ഹരി ഓം ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ. വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ. നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. ഭാഗവതജ്ഞാനഗംഗാ ശ്രീകൃഷ്ണ ലീലാമൃതം പൂതനാമോക്ഷം കഥയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതം ദശമസ്കന്ധം 6-ാം അധ്യായം. അതിലാണ് പൂതനാമോക്ഷം കഥ വിവരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ 13 ശ്ലോകങ്ങൾ വായിച്ചു പറഞ്ഞു. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടിയുണ്ട്. നമുക്ക് ആദ്യം വായിക്കാം. 6-ാം അധ്യായം വായിച്ചിട്ട് തുടർന്ന് കാണാം. നാരായണ. ഓം. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 6ോऽധ്യായഃ. ശ്രീശുക ഉവാച. നന്ദഃ പതിവചഃ ശൗരേഃ ന മൃഷേതി വിചിന്തയൻ ഹരിം ജഗാമ ശരണം ഉൽപാദാഗമശങ്കിതഃ. കംസേന പ്രഹിതാ ഘോരാ പൂതനാ ബാലഘാതിനി ശിശൂംശ്ചചാര നിഘ്നന്തി പുരഗ്രാമവ്രജാദിഷു. നയത്ര ശ്രവണാദീനി രക്ഷോഘ്നാനി സ്വകർമ്മസു കുറുവന്തി സാത്വതാം ഭർത്തുഃ യാതുധാന്യശ്ച തത്ര ഹി. സാഖേചര്യേകതോപേത്യ പൂതനാനന്ദഗോകുലം യോഷിത്വാ മായയാത്മാനം പ്രാവിശത് കാമചാരിണി. താം കേശബന്ധവ്യതിശക്തമല്ലികാം ബൃഹന്നിദംബസ്തനകൃത്സ്രമധ്യമാം സുവാസസം കമ്പിതകർണഭൂഷണത്വിഷോല്ലസത്കുന്തളമണ്ഡിതാനനം. വൽഗുസ്മിതാപാംഗവിസർഗവിക്ഷിതൈർമനോഹരന്തീം വനിതാം വ്രജൗഗസാം അമം സതാംഭോജകരേണ രൂപിണീം ഗോപ്യഃ ശ്രിയം ദ്രഷ്ടുമിവാഗതാം പതിം. ബാലഗ്രഹസ്തത്ര വിചിന്വതി ശിശൂൻ യദൃച്ഛയാ നന്ദഗൃഹേ അസദന്തകം ബാലം പ്രതിച്ഛന്ന നിജോരു തേജസം ദദർശ തൽപ്യഗ്നിമിവാഹിതം ഭസി. വിബുധ്യതാം ബാലകമാരികാഗ്രഹം ചരാചരാത്മാ സനിമീലിതേ ക്ഷണഃ അനന്തമാരോപയദംഗമന്തകം യഥോരകം സുപ്തമബുദ്ധിരജ്ജുധീ. താം തീക്ഷ്ണചിത്താം അതിവാമചേഷ്ടിതാം വീക്ഷ്യാന്തരാ കോശപരിച്ഛദാസിവത് വരസ്ത്രിയം തൽപ്രഭയാ ച ദർശിതേ നിരീക്ഷ്യമാണേ ജനനീയതിഷ്ഠതാം. തസ്മിൻ സ്തനം ദുർജരവീര്യമുൽബണം ഘോരാംഗമാദായ ശിശോർദധാവധ. ഗാഢം കരാഭ്യാം ഭഗവാൻ പ്രപീഡ്യ തൽപ്രാണൈഃ സമം രോഷസമന്വിതോ പിബത്. സാ മുഞ്ചമുഞ്ചാലം ഇതി പ്രഭാഷിണി നിഷ്പീഡ്യമാനാഖില ജീവമർമ്മണി. വിവൃത്യ നേത്രേ ചരണൗ ഭുജൗ മുഹു പ്രസ്വിന്ന ഗാത്രാക്ഷിപതിരുരോധഃ. തസ്യാസ്വനേനാതിഗഭീരരംഹസ സാദ്രിർമഹീദ്യൗശ്ച ചചാല സഗ്രഹ. രസാദിശശ്ച പ്രതിനേദിരേ ജനാഃ പേദുക്ഷിതൗ വജ്രനിപാതശങ്കയാ. നിശാചരീത്ഥം വ്യധിതസ്തനാവ്യസുഃ
വ്യാദായ കേശാൻ ചരണൗ ഭുജൗ അപി പ്രസാര്യ ഗോഷ്ഠേ നിജരൂപമാസ്ഥിത വജ്രാഹതോ വൃത്രൈവാപതം നൃപ പതമാനോപി തദ്ദേഹസ്ത്രിഗവ്യൂത്യന്തരദ്രുമാൻ ചൂർണയാമാസ രാജേന്ദ്ര മഹദാസീത്തദത്ഭുതം ഈശാമാത്രോഗ്രദംഷ്ട്രാസ്യം ഗിരികന്ദരനാസികം ഗണ്ഡശൈലസ്തനം രൗദ്രം പ്രകീർണാരുണമൂർധജം അന്ധകൂപഗഭീരാക്ഷം പുളിനാരോഹ ഭീഷണം ബദ്ധസേതുഭുജോർവംഘ്രി ശൂന്യതോയ ഹ്രദോദരം സന്തത്ര സുസ്മതദ്വീക്ഷ്യ ഗോപാ ഗോപ്യ കളേബരം പൂർവം തു തന്നിസ്വനിത ഭിന്ന ഹൃത്കർണമസ്തകാ ബാലം ച തസ്യാ ഉരസി ക്രീഡന്തമകുതോ ഭയം ഗോപ്യസ്തൂർണം സമഭ്യേത്യ ജഗൃഹുർജാത സംഭ്രമാഃ യശോദാരോഹിണീഭ്യാം താഃ സമം ബാലസ്യ സർവതഃ രക്ഷാം വിദധിരേ സമ്യക് ഗോപുച്ഛഭ്രമണാദിഭിഃ ഗോമൂത്രേണ സ്നാപയിത്വാ പുനർഗോരചസാർഭകം രക്ഷാം ചക്രുശ്ച ശകൃതാ ദ്വാദശാംഗേഷു നാമഭിഃ ഗോപ്യഃ സംസ്പൃഷ്ട സലിലാ അംഗേഷു കരയോഃ പൃഥക് ന്യസ്യാത്മന്യത ബാലസ്യ ബീജന്യാസം അകുർവത അവ്യാദചോംഗ്രിം അണിമാൻ തവ ജാന്വധോരു യജ്ഞോച്യുത കടിതടം ജഡരം ഹയാസ്യ ഹൃത്കേശവസ്തുതുരയീശയിനസ്തു കണ്ഠം വിഷ്ണുർഭുജം മുഖമുരുക്രമയീശ്വരഖം ചക്രഗ്രതഃ സഹ ഗതോ ഹരിരസ്തു പശ്ചാത് ത്വൽപാർശ്വയോർദേന്ദ്രഃ താർക്ഷ്യക്ഷിതൗ ഹലധര പുരുഷഃ സമന്താത് ഇന്ദ്രിയാണി ഹൃഷീകേശഃ പ്രാണാൻ നാരായണഃ ശയാനം പാതു മാധവഃ വ്രജന്തമവ്യാത് വൈകുണ്ഠ ആസീനം ത്വാം ശ്രിയഃ പതിഃ ഭുഞ്ജാനം യജ്ഞഭുക്പാതു സർവഗ്രഹ ഭയങ്കരഃ രാഗിന്യോ യാതുധാന്യശ്ച കൂഷ്മാണ്ഡായ അർഭകഗ്രഹാഃ ഭൂതപ്രേതപിശാചാശ്ച യക്ഷരക്ഷോ വിനായകാഃ കോട്ടരാരേവതി ജ്യേഷ്ഠാ പൂതനാ മാതൃകാദയഃ ഉന്മാദായേ ഹ്യപസ്മാരാ ദേഹപ്രാണേന്ദ്രിയദ്രുഹഃ സ്വപ്നദൃഷ്ടാ മഹോൽപാതാ വൃദ്ധബാലഗ്രഹാശ്ച യേ സർവേ നശ്യന്തു തേ വിഷ്ണോർനാമഗ്രഹണഭീരവഃ ശ്രീശുക ഉവാച ഇതി പ്രണയബദ്ധാഭിർഗോപീഭിः കൃതരക്ഷണം പായയിത്വാ സ്തനം മാതാ സന്യവേശയദാത്മജം താവന്നന്ദാദയോ ഗോപാ മധുരായ വ്രജം ഗതാഃ വിലോക്യ പൂതനാദേഹം ബഭൂവുരതിവിസ്മിതാഃ നൂനം ബദർഷി സഞ്ജാതോ യോഗേശോ വാ സമാസസഃ സ ഏവ ദൃഷ്ടോ ഹ്യുൽപാദോ യദാഹാനഗദുന്ദുഭിഃ കളേബരം പരശുഭിശ്ചിത്വാ ദത്തേ വ്രജൗഗസഃ ദൂരേ ക്ഷിപ്ത്വാ അവയവശഃ ന്യദഹൻ കാഷ്ഠധിഷ്ഠിതം ദഹ്യമാനസ്യ ദേഹസ്യ ധൂമശ്ചാകരു സൗരഭഃ ഉത്ഥിത കൃഷ്ണ നിർഭുക്ത സപദ്യാഹതപാത്മനഃ പൂതനാലോകബാലഘ്നീ രാക്ഷസീരുധിരാശന ജിഘാംസയാ വിഹരയേ സ്തനം ദത്വാപസദ്ഗതിം കിം പുനഃ ശ്രദ്ധയാ ഭക്ത്യാ കൃഷ്ണായ പരമാത്മനെ യച്ഛൻ പ്രിയതമം കിം नु രക്താസ്തന്മാതരോ യഥാ പദ്ഭ്യാം ഭക്തഹൃദിസ്ഥാഭ്യാം വന്ദ്യാഭ്യാം ലോകവന്ദിതൈഃ അംഗം യസ്യാ സമാക്രമ്യ ഭഗവാനപി പത്സ്തനം യാതുധാന്യപി സാ സ്വർഗമവാപജനനീഗതിം കൃഷ്ണഭുക്തസ്തനക്ഷീരാ കിമു ഗാവോ नु മാതരഃ പയാംസി യാസാം അപിപദ പുത്രസ്നേഹസ്നുതാന്യലം ഭഗവാൻ ദേവകീപുത്രഃ കൈവല്യാദ്യഖിലപ്രദഃ
താസാം അവിരതം കൃഷ്ണേ കുർവതീനാം സുതേക്ഷണം ന പുനഃ കൽപ്പത്തെ രാജൻ സംസാരോ അജ്ഞാനസംഭവഃ. കടധൂമസ്യ സൗരഭ്യം അവഘ്രായ വ്രജൗകസഃ കിമിദം കുതയേവേതി വദന്തോ വ്രജമായയുഃ. തേ തത്ര വർണ്ണിതം ഗോപൈഃ പൂതനാഗമനാദികം ശ്രുത്വാ തന്നിധനം സ്വസ്തി ശിശോചാസൻ സുവിസ്മിതാഃ. നന്ദസ്വപുത്രമാദായ പ്രേത്യാഗതം ഉദാരധീഃ മൂർധ്നി ഉപാഗ്രായ പരമാം മുദം ലേഭേ കുരുദ്വ. യേതത്പൂതനാമോക്ഷം കൃഷ്ണസ്യാർഭകമദ്ഭുതം ശൃണുയാത് ശ്രദ്ധയാമർത്യോ ഗോവിന്ദേ ലഭതേ രതിം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഷഷ്ഠോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. സുപ്രഭാതമല്ലല്ലോ അല്ലേ, ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. ഓം. നാരായണ നാരായണ. ഹരേ. ശ്രീകൃഷ്ണ ലീലാമൃതം പൂതനാമോക്ഷം. രാവിലെ നമ്മൾ ഈ അധ്യായം ദശമസ്കന്ധത്തിലെ 6-ാം അധ്യായം, അത് 13 ശ്ലോകങ്ങൾ വരെ കണ്ടു. ആ പൂതന കംസനാൽ പ്രേരിതയായി കുട്ടികളെ കൊന്നുകൊണ്ട് സഞ്ചരിക്കുന്നവളായിരുന്നു. എവിടെയൊക്കെ ഭഗവത് നാമങ്ങൾ, രക്ഷസുകളെ ഹനിക്കുന്നതായിട്ടുള്ള നാമങ്ങൾ എവിടെയൊക്കെ കേൾക്കുന്നു അവിടേക്കൊന്നും ഇവരൊന്നും പ്രവേശിക്കുകയില്ല. എന്നാൽ എവിടെയാണോ മൂഢജനങ്ങൾ, പ്രാകൃതന്മാർ ഈശ്വര സ്മരണയില്ലാതെ കഴിച്ചു കൂട്ടുന്നത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പൂതനയെ പോലെയുള്ള ബാധകളൊക്കെ വരും. ആ ആകാശചാരിണിയായ, കാമചാരിണിയായ അവൾ എങ്ങനെയോ നന്ദഗോകുലത്തിൽ എത്തിച്ചേർന്നു. അവിടെ വന്ന് തന്റെ മായാശക്തി കൊണ്ടൊരു സ്ത്രീരൂപം ധരിച്ചു. ലളിതയായി, വളരെ മനോഹരമായ ശരീരത്തോടുകൂടെ, തലമുടിയെല്ലാം നല്ലോണം ചീവി കെട്ടിവെച്ച് അതിൽ മുല്ലപ്പൂക്കളെല്ലാം ചൂടി, വലിയ തടിച്ച നിതംബവും വലിയ സ്തനങ്ങളും എന്നാൽ ചെറിയ ഒതുങ്ങിയ വയറും എല്ലാമായി നല്ല വസ്ത്രം ധരിച്ച് ഇളകുന്ന ചലിക്കുന്ന കർണഭൂഷണങ്ങളും അതുകൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള മുഖത്തേക്ക് വീണുകിടക്കുന്ന തലമുടിയും മറ്റുമൊക്കെ ആയിട്ട് നല്ല മനോഹര മുഖത്തോടുകൂടി, നല്ല മന്ദസ്മിതത്തോടുകൂടി, കടാക്ഷം കൊണ്ടും എല്ലാവരെയും മനസ്സിനെ ഹരിച്ചുകൊണ്ട്, ഗോകുലവാസികളുടെ എല്ലാവരുടെയും മനസ്സിനെ ഹരിക്കുന്ന ആ വനിത, അവളെ കണ്ടിട്ട് ഗോപികളെല്ലാം വിചാരിച്ചു, ഈ താമരയും കയ്യിൽ കറക്കിക്കൊണ്ടുവരുന്ന ഇവൾ സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെയാണോ, ഭർത്താവിനെ തെരഞ്ഞു നടക്കുകയാണോ എന്ന് തോന്നിപ്പോയി. അങ്ങനെയുള്ള ബാലഗ്രഹമായ ആ പൂതന കുട്ടികളെ തെരഞ്ഞുകൊണ്ട് നന്ദഗൃഹത്തിലേക്ക് ഭഗവാന്റെ ഇച്ഛ കൊണ്ട് വന്നു ചേർന്നു. അസത്തുക്കളുടെ അന്തകനായ തന്റെ തേജസ്സിനെ മറച്ചിരിക്കുന്ന
ചാരത്താൽ മൂടിക്കിടക്കുന്ന അഗ്നിയെപ്പോലെ കിടക്കുന്നതായിട്ടുള്ള ഭഗവാനെ വന്നു യശോദയുടെ ആ മഞ്ചത്തിൽ അല്ലെങ്കിൽ തൽപ്പത്തിൽ കണ്ടു. ഭഗവാനും ഇവളെയും കണ്ടു. ഇവൾ വരുന്നതൊക്കെ നേരത്തെ തന്നെ ഭഗവാൻ അറിയാം. ഭഗവാൻ കാത്തു കിടക്കുക തന്നെയാണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഇവളെ കാണണ്ട എന്നുള്ളതായിട്ടുള്ളൊരു ഭാവത്തിൽ ഭഗവാൻ കണ്ണടച്ചു കിടന്നു. ചരാചരാത്മാസ നിമീലിദേക്ഷണ ആസ, കണ്ണടച്ചവനായി ഭവിച്ചു. അന്തമില്ലാത്തവനും തന്റെ അന്തകനുമായിട്ടുള്ള ഈ ഭഗവാനെ അവൾ മടിയിലെടുത്തു വെച്ചു, അറിയാതെ. ഏതുപോലെ ബുദ്ധിയില്ലാത്തവർ പാമ്പിനെ കയറെന്ന് കരുതി മടിയിലെടുത്ത് വെക്കും പോലെ. അങ്ങനെയുള്ള കഠിന ചിത്തയും എന്നാൽ മറ്റുള്ളവരെ വഞ്ചിക്കുന്ന ചേഷ്ടയോടുകൂടിയവളുമായിട്ടുള്ള ഒരു ഉറയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന മൂർച്ചയേറിയ വാളിനെ പോലെയുള്ള ഭാവത്തിലുള്ള അവളെ കണ്ടിട്ട് അവിടെയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഈ രണ്ടമ്മമാര് യശോദയും രോഹിണിയും ഒരു നല്ല ശ്രേഷ്ഠയായ സ്ത്രീയാണെന്ന് കരുതി അവളുടെ കാന്തി കൊണ്ട് ദർശിതരായി. അങ്ങനെ അവളെ നോക്കിക്കൊണ്ട് തന്നെ നിന്നു. അവളെ തടയാനൊന്നും അവർക്ക് തോന്നിയേ ഇല്ല. അങ്ങനെ അവള് ഭഗവാന്റെ തൽപ്പത്തിൽ സ്ഥാനം പിടിച്ച് ഭഗവാനെ തന്നെ മടിയിലെടുത്തു വെച്ചിരുന്നു. ഇപ്പതാ തന്റെ സ്തനങ്ങളിൽ നല്ല ഉഗ്രവിഷം പുരട്ടിയിട്ടുണ്ട്. ആ വിഷത്തോടു കൂടിയതായിട്ടുള്ള സ്ഥാനത്തെ ഘോര അംഗമാതായ ശിശോഹോ ദദൗ, അഘോരയായ കഠിനചിത്തയായിട്ടുള്ള അവള്, മറ്റു വല്ലവരുമാണെങ്കിൽ ആ വിഷം മണത്താൽ മതി മരിച്ചു പോകാൻ കൊച്ചുകുട്ടികൾ അല്ലേ. അപ്പൊ അത്രയും ഈ കുട്ടി മരിക്കും എന്നുള്ള ഉറപ്പോടു കൂടിയിട്ടാണ് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കഠിനമായിട്ടുള്ള ആ വിഷത്തോടു കൂടിയ തന്റെ സ്ഥാനത്തെ ആ കുട്ടിയുടെ വായിൽ വെച്ചു കൊടുത്തു. എന്നാൽ ഇതാരാ മുതല്? ഇതൊരു സാധാരണ കുട്ടിയല്ല, അങ്ങനെ ഇങ്ങനെയൊന്നും വാടിപ്പോകുന്നതല്ല. ഭഗവാൻ എന്ത് ചെയ്തു? കരാഭ്യാം ഗാഠം പ്രപീഡ്യ, തന്റെ രണ്ട് കൈകളെ കൊണ്ടും അതിനെ നല്ലോണം ചൂഷണം ചെയ്തുകൊണ്ട്, അല്ലെ, ചൂഷണം ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള രസത്തെ മുഴുവൻ പിഴിഞ്ഞെടുക്കുക എന്നാണ് അർത്ഥം. ഇപ്പൊ നല്ലോണം പ്രപീഡനം ചെയ്തുകൊണ്ട് തൽ പ്രാണൈ സമം രോഷസമന്വിതോ അഭിപത്, അവളുടെ പ്രാണനോടുകൂടി രോഷത്തോടുകൂടി പാനം ചെയ്തു. ആഹാ, നീ കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ട് നടക്കുകയാണല്ലേ, നിന്നെ ശരിയാക്കുന്നുണ്ട് എന്നുള്ള മട്ടില് ഭഗവാൻ ഇത് നിന്റെ അവസാനത്തെ ശ്രമമാണ് എന്ന് കരുതിക്കൊണ്ട് ദേഷ്യത്തോടുകൂടി ഭഗവാൻ അവളുടെ പ്രാണനെ വലിച്ചു കുടിച്ചു. ഭഗവാന് മാത്രമേ ഇങ്ങനെ പ്രാണനെ വലിച്ചു കുടിക്കാൻ കഴിയുള്ളൂ, ബാക്കി ആർക്കും അങ്ങനെ സാധിക്കില്ല. അപ്പൊ അവളുടെ ആ മുലഞ്ഞെട്ടിലൂടെയാണ് ഭഗവാൻ അവളുടെ പ്രാണനെ വലിച്ചു കുടിക്കുന്നത്. അങ്ങനെ പ്രാണസങ്കടത്തിൽപ്പെട്ട മർമ്മങ്ങളെല്ലാം ഭേദിക്കുന്നവളായിട്ടുള്ള വേദനയോടുകൂടിയതായിട്ടുള്ള അവള് സാ മുഞ്ചാലം ഇതി പ്രഭാഷിണി, മുഞ്ച അലമലം, വിടൂ വിടൂ, മതി മതി, ഇങ്ങനെ നിലവിളിക്കുന്നവളായിക്കൊണ്ട് നിഷ്പീഡ്യമാന അഖില ജീവമർമ്മണി, എല്ലാ മർമ്മങ്ങളും പീഡിക്കപ്പെട്ടവളായിട്ട് വിവൃത്യ നേത്രേ, കണ്ണുരുട്ടിക്കൊണ്ട് ചരണവും ഭുജവും മുഹു ക്ഷിപതി, കയ്യും കാലുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടഞ്ഞുകൊണ്ട് പ്രസ്വിന്ന ഗാത്ര, വിയർത്ത് കുളിച്ച ശരീരത്തോടുകൂടി രുരോധ, നിലവിളിച്ച് കരഞ്ഞു. അങ്ങനെ അവളുടെ ശബ്ദം ഗംഭീര ശബ്ദമാണ്. ആ ശബ്ദം കേട്ട് പർവ്വതങ്ങൾ കുലുങ്ങി, ഭൂമി കുലുങ്ങി, ഗ്രഹങ്ങളും ആകാശവും ഇളകി. ചചാല സഗ്രഹ ദ്യൗഹു രസാദിശശ്ച പ്രതിനേതിരെ, രസാതലങ്ങളും ദിക്കുകളും എല്ലാം ഇവളുടെ നാദം കൊണ്ട് പ്രതിധ്വനിച്ചു, പ്രതിനാദം ചെയ്തു, മാറ്റൊലിക്കൊണ്ടു ഗംഭീരമായിട്ട്. ജനാഹ ക്ഷിതൗപേതുഹു വജ്രനിപാത ശങ്കയ, ജനങ്ങളെല്ലാം ഭയപ്പെട്ട് ഇടിത്തി വീഴുകയാണോ എന്ന് ഇതിനു മുമ്പ് ഇതുപോലൊരു ശബ്ദം അവർ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അത്രയും ഭയാനകമായ ശബ്ദം കേട്ട് പലരും ജനങ്ങളൊക്കെ ഭൂമിയിൽ പതിച്ചു. അങ്ങനെ ആ നിശാചരി ഇത്തം വ്യതിതസ്തനാ വ്യസുഹു വ്യാദായ, തന്റെ ശരീരത്തെ ആ വ്യതിതസ്തനയായിട്ടുള്ള സ്ഥലങ്ങൾ വേദനിച്ചവളായിട്ടുള്ള പീഡിതയായിട്ടുള്ള അവള് തന്റെ പ്രാണൻ പോയി. വിഗതമായ അസുവോടുകൂടി കേശാൻ ചരണവും ഭുജവും അപി ഗോഷ്ഠയെ പ്രസാര്യ, തന്റെ തലമുടികളും അതുപോലെ രണ്ട് കൈകളും രണ്ട് കാലുകളുമെല്ലാം
ഗോഷ്ഠത്തിൽ ആ ഗോകുലത്തിൽ പരത്തിയിട്ടുകൊണ്ട് നിജരൂപമാസ്ഥിത, തന്റെ യഥാർത്ഥ രൂപം രാക്ഷസ രൂപം. ഇവളുടെ പൂതനയുടെ രൂപം ഒരു പെൺമൂങ്ങയെ പോലെയാണ് എന്നാ, ഒരു ഉലൂഖം, ഉലൂഖിനി എന്നൊക്കെ ഇവളെ വിളിക്കും. ബഗി, ഉലൂഖിനി. അപ്പൊ ഉലൂഖം എന്ന് പറഞ്ഞാല് മൂങ്ങയാണ്. അപ്പൊ ഉലൂഖത്തിന്റെ മുഖമാണ് ഇവൾക്കൊരു കൂമന്റെ മുഖം, ഒരു അല്ലെ, കൂമൻ എന്ന പക്ഷിയുടെ പോലെയുള്ള ഉരുണ്ട ശരീരം, ഭയങ്കരമായിട്ടുള്ളൊരു ക്രൂര കൂമൻ. കണ്ണുകളൊക്കെ കൂമന്റെ ഭയങ്കരമാണല്ലോ. അപ്പൊ അതുപോലെയുള്ള ഒരു രൂപമാണ്. അതാണ് നിജരൂപമാസ്ഥിത വജ്രാഹതോ വൃത്രൈവ് അപതത് നൃപ. അല്ലയോ പരീക്ഷിത്ത് രാജാവേ, ആ ഇന്ദ്രൻ വൃത്രാസുരനെ എങ്ങനെയാണോ വജ്രായുധം കൊണ്ട് മുറിച്ചു വീഴ്ത്തിയത്, അതുപോലെ ഇവൾ വീണു, പതിച്ചു. അങ്ങനെ വലിയ ശരീരത്തോടു കൂടി അവൾ ഭൂമിയിൽ പതിച്ചു കിടക്കുകയാണ്. അവിടെയാണ് നമ്മൾ രാവിലെ നിർത്തിയത്. ഇനി ഇവിടുന്നാണ് തുടരേണ്ടത്. അവൾ വീഴുമ്പോഴും ലോകത്തിന് ഒരുപാട് നാശനഷ്ടങ്ങൾ, പ്രകൃതിക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് വീണത് എന്നർത്ഥം. അങ്ങനെയുള്ള അവളുടെ വീഴ്ചയെയും അവളുടെ ആ വീണ് കിടക്കുന്ന മൃതശരീരത്തെയും ഒക്കെ വർണ്ണിക്കുന്നു. എത്ര ഭയാനകമാണ്! ഇങ്ങനെയുള്ള ശരീരത്തെ ഭഗവാൻ എത്ര നിസ്സാരമായിട്ടാണ്, ഈ ഭയങ്കരിയെ, ഇത്രയും ശക്തിയുള്ളവളെ എത്ര ലാഘവത്തോടെ ഭഗവാൻ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് എഫേർട്ട്ലെസ് ആയിട്ടാണ് കൊന്നുകളഞ്ഞത്. ആർക്ക് സാധിക്കും ഇതുപോലെ? എത്ര ശക്തിയുള്ളവളാണ് അവള്. അവള് വീണ വീഴ്ച നോക്കിയാൽ മതി, എത്ര ദൂരത്തുള്ളതായിട്ടുള്ള മരങ്ങളൊക്കെ പൊടിഞ്ഞു തകർന്നു. അത്രയും വലിയ പർവ്വതാകാരമായിട്ടുള്ള ശരീരം, അതിനെയാണ് വർണ്ണിക്കുന്നത്. അപ്പൊ അത്രയും ഗംഭീരയായിട്ടുള്ള അവള് ഭഗവാൻ ഒന്നുമല്ല. കാരണം ഭഗവാൻ ആരാ? മോൻ അല്ലേ? ആരാ മുതല്? അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകൻ. ആ ഭഗവാന്റെ എന്താ പറയുക, ചെറിയൊരു അംശം മാത്രമാണ് ഇവള് അല്ലേ? നമ്മുടെ ശരീരത്തിലെ ഒരു കോശം നമുക്ക് എത്ര ചെറുതാണോ അതുപോലെയുള്ളൂ ഭഗവാന് തന്റെ ബ്രഹ്മാണ്ടമാകുന്ന തന്റെ ശരീരത്തില് ഒരു ചെറിയ കോശം മാത്രമാണ് ഈ പൂതന. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഇത് യാതൊരു പ്രയാസവുമില്ലാതെ താനാണിത് കൊന്നതെന്ന് പോലും ആരും അറിയാതെ കാര്യം ഒപ്പിച്ചു. ആരും അറിഞ്ഞില്ല. എന്തോ ഈശ്വരാനുഗ്രഹം, ഈശ്വരൻ രക്ഷിച്ചു നമ്മുടെ കുഞ്ഞിനെ എന്നൊക്കെയാണ് എല്ലാരും വിചാരിച്ചത്. ആരും വിചാരിച്ചിട്ടില്ല ഇത് ഭഗവാനാണ് കൊന്നത് എന്ന്. അറിവുള്ള ഋഷീശ്വരന്മാർ പിന്നീട് പറഞ്ഞതുകൊണ്ട് നമ്മളൊക്കെ അറിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള, അല്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോഴാണ് ഇവരൊക്കെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അറിയുക. ഓരോ സന്ദർഭങ്ങളും കഴിഞ്ഞ് ഭഗവാൻ വളർന്ന് വരുന്തോറും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് അവർക്ക് ഈ ചിത്രം പൂർണ്ണമായിട്ട് പിടികിട്ടുക. ഭഗവാൻ ആരാണ്? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന്. കുറെ കഴിയണം, കുറെ ലീലകൾ കഴിയണം. ഓരോ ലീലകളും അവരുടെ ഉള്ളില് വലിയ സ്മരണകളെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്, അനുഭവങ്ങളെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂട്ടി വെച്ചിട്ടാണ് അവരിന്റെ അവസാനം എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോ അമ്പോ ഇത് നമ്മൾ വിചാരിച്ച ആളല്ല. എന്നിട്ട് ഈ കൃഷ്ണന്റെ രഹസ്യം അറിയാൻ വേണ്ടി നന്ദഗോപരോട് ചോദിക്കുന്നുണ്ട്. 26 അധ്യായത്തില് അല്ലെ, ഈ ദശമസ്കന്ധത്തിൽ തന്നെ 26 അധ്യായത്തിലാണ് ഭഗവാന്റെ ഒരുപാട് ലീലകൾ കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്, ആരാ ഈ മോൻ എന്ന്. അപ്പൊ ഇപ്പൊ അറിയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ ഈ അത്ഭുതമായിട്ടുള്ള ആ ബാലലീല, ആദ്യത്തെ ലീല നമുക്ക് തുടരാം. 14 ശ്ലോകം മുതൽ. പതമാനോപി തദ്ദേഹസ്ത്രിഗവ്യൂത്യന്തരദ്രുമാൻ ചൂർണയാമാസ രാജേന്ദ്ര മഹദാസീത്തദത്ഭുതം. പതമാനോപി തദ്ദേഹഃ ത്രിഗവ്യൂതി അന്തരദ്രുമാൻ ചൂർണയാമാസ രാജേന്ദ്ര മഹദാസീത്തദത്ഭുതം. ഹേ രാജേന്ദ്ര, പരീക്ഷത്തിനെ ശുഖബ്രഹ്മർഷി സംബോധന ചെയ്താണ്. രാജാക്കന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ പരീക്ഷത്തെ, പതമാനഃ അപി തദ്ദേഹഃ, തദ്ദേഹഃ പൂതനായാഹ ദേഹഃ, ആ പൂതനയുടെ ദേഹം, പതമാനഃ അപി അത് പതിക്കുമ്പോഴും,
ആ ജീവിച്ചിരിക്കുമ്പോഴും അത് വലിയ ഹാനികൾ ലോകത്തിനുണ്ടാക്കി, ഒരുപാട് കുട്ടികളെ കൊന്നു, ഒരുപാട് ദ്രോഹം ചെയ്തു. എന്നാ പിന്നെ പോകുമ്പോഴെങ്കിലും ആരെ ഉപദ്രവിക്കാതെ പോകുന്നില്ല, പിന്നെയും വലിയ ക്രൂര കർമ്മങ്ങൾ ചെയ്യും പോലെ വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടാ പോണത്. എത്ര ദൂരം? ത്രിഗവ്യൂതി അന്തര ദ്രുമാൻ ചൂർണയാമാസ. ത്രിഗവ്യൂതി എന്ന് പറഞ്ഞാല് 6 വെളിപ്പാട് ദൂരം എന്നാണ് അതിന് പറയുന്നത്. അപ്പോ ഒരു ഗവ്യൂതി എന്ന് പറഞ്ഞാല് ഒരു പശു അതിനൊരു വലിയ കയറില് കെട്ടിയിടും. ഒരു കുറ്റിയടിച്ചിട്ട് ഒരു പുൽമൈതാനത്ത് കുറേ നീളത്തിലുള്ളതായിട്ടുള്ള കയറ് കെട്ടിയിടും. അപ്പൊ അതിങ്ങനെ ചുറ്റിക്കറങ്ങി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അങ്ങനെയുള്ള ദൂരത്തിനെയാണ് ഗവ്യൂതി എന്ന് പറയുന്നത്. ഒരു ദിവസം ഒരു പശു മേയുന്ന സ്ഥലം. അത് കഴിഞ്ഞ് അതിനെ മാറ്റിക്കെട്ടും. നാളെ അതേ സ്ഥാനത്ത് കെട്ടിയാൽ പുല്ലുണ്ടാവില്ല, അപ്പൊ വേറൊരു ഭാഗത്ത് കെട്ടും. അപ്പൊ അങ്ങനെ ഉള്ള സ്ഥലങ്ങളെയാണ് ഗവ്യൂതി എന്ന് പറയുന്നത്, ഒരു പ്രത്യേക ദൂരം. അപ്പൊ അത്രയും ദൂരത്തേക്ക് ത്രിഗവ്യൂതി എന്ന് പറയുമ്പോൾ അപ്പൊ 6 വെളിപ്പാട് അകലം എന്നാണ് പറഞ്ഞത്. അത്രയും ദൂരത്തുള്ളതായിട്ടുള്ള ദ്രുമാൻ, വൃക്ഷങ്ങളെയെല്ലാം, അന്തരദ്രുമാൻ, അതിന്റെ ഇടയ്ക്കുള്ള വൃക്ഷങ്ങളെയെല്ലാം ചൂർണയാമാസ, പൊടിച്ചു കളഞ്ഞു, തകർത്ത് കളഞ്ഞു എന്നർത്ഥം. ഇവളുടെ ശരീരം വീണപ്പോ അത്രയും വൃക്ഷങ്ങൾ മേലേക്ക് മേലെ വീണ് പൊടിഞ്ഞു. മഹദാസീത് അത്ഭുതം, തത് മഹത് അത്ഭുതമാസീത്. അതൊരു ഭയങ്കര സംഭവമായിരുന്നു. കണ്ടവരൊക്കെ ആശ്ചര്യപ്പെട്ടു, അത്ഭുതപ്പെട്ടു, ഭയപ്പെട്ടു. എന്താ ഇത്? ഉള്ള ശരീരം ഇത്രയും വലുത്. വന്നപ്പോ ചെറിയൊരു സുന്ദരിയായിട്ടുള്ള ശരീരം, മഹാലക്ഷ്മിയെ പോലെ ഉണ്ടായിരുന്നു. ആ മഹാലക്ഷ്മിയെ പോലെ ഉണ്ടായിരുന്നു. അത്രയും സുന്ദരമായിട്ടുള്ള ആ സ്ത്രീയാണോ ഇപ്പൊ ഈ പർവ്വതം പോലെ കിടക്കുന്ന ഭയങ്കരി, ഈ കൂമന്റെ മുഖവും ശരീരവും ഒക്കെ ആയിട്ട് കിടക്കുന്നതായിട്ടുള്ള ഈ ദുഷ്ടയായിട്ടുള്ള ഇവൾ ഇതാണോ എന്ന് എല്ലാവർക്കും മഹത്തായ അത്ഭുതമായി ഭവിച്ചു എന്നർത്ഥം. എല്ലാവരും വായ പൊളിച്ച് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ്, കണ്ട് സ്തംഭിച്ചു നിൽക്കുകയാണ് പലരും. യശോദയും രോഹിണിയും ഒക്കെ ഒരുതരം സ്തംഭനാവസ്ഥയിലാണ്. എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ ഭയപ്പെട്ടു നിൽക്കുകയാണ്. ഈശാമാത്രോഗ്രദംഷ്ട്രാസ്യം ഗിരികന്ധരനാസികം ഗണ്ഡശൈലസ്തനം രൗദ്രം പ്രകീർണാരുണമൂർധജം അന്ധകൂപഗഭീരാക്ഷം പുളിനാരോഹ ഭീഷണം ബദ്ധസേതുഭുജോർവംഘ്രി ശൂന്യതോയക്രദോദരം സന്തത്ര സുസ്മതദ്വീക്ഷ്യ ഗോപാ ഗോപ്യഃ കളേവരം പൂർവം തു തന്നിസ്വനിത ഭിന്നഹൃത്കർണമസ്തകാഃ. ഈശാമാത്രോഗ്രദംഷ്ട്രാസ്യം ഗിരികന്ധരനാസികം ഗണ്ഡശൈലസ്തനം രൗദ്രം പ്രകീർണാരുണമൂർധജം അന്ധകൂപഗഭീരാക്ഷം പുളിനാരോഹ ഭീഷണം ബദ്ധസേതുഭുജോർവംഘ്രി ശൂന്യതോയക്രദോദരം സന്തത്ര സുസ്മതദ്വീക്ഷ്യ ഗോപാ ഗോപ്യഃ കളേവരം പൂർവം തു തന്നിസ്വനിത ഭിന്നഹൃത്കർണമസ്തകാഃ. അപ്പൊ 3 ശ്ലോകങ്ങളെ കൊണ്ട് അവളുടെ ആ ഗംഭീര ശരീരം, വലിയ ശരീരത്തെ വർണ്ണിക്കുകയാണ്. മൃതശരീരം. മുമ്പ് സുന്ദര ശരീരത്തെ വർണ്ണിച്ചു അല്ലെ, ലക്ഷ്മി ദേവിയെ പോലെ ഇരിക്കുന്ന അവളുടെ ശരീര സൗന്ദര്യത്തെ വർണ്ണിച്ചു. ഇപ്പതാ അവളുടെ ആ ഭയങ്കരമായ രൂപത്തെ വർണ്ണിക്കുന്നു. അത് മൃതശരീരം. അപ്പൊ ഗോപാ ഗോപ്യഃ തദ്വീക്ഷ്യ, അവളുടെ ആ ശരീരം കണ്ട് സന്തത്ര സുസ്മ, സമ്യക്കായിട്ട് ത്രാസഭരിതരായി. ത്രാസം എന്നാൽ ഭയം. അപ്പൊ സന്തത്രസു, നന്നായി ത്രസിച്ചു, നന്നായി ഭയപ്പെട്ടു അത്ര ആ അവളുടെ കളേബരം. ആ കളേബരം കീദൃശം അത് പറയണ ഈശാമാത്രോഗ്രദംഷ്ട്രാസ്യം. അവളുടെ ആസ്യം എന്നാൽ മുഖം, വായ. ആ വായ ഉഗ്രദംഷ്ട്രങ്ങളോടുകൂടിയതാണ്. ദംഷ്ട്രങ്ങൾ എന്നാൽ വലിയ തേറ്റകള്. രാക്ഷസിയല്ലേ, അപ്പൊ വലിയ വലിയ കോമ്പല്ലുകളുണ്ട്. അത് എങ്ങനെയുള്ളത്? ഈശാമാത്ര ഉഗ്രദംഷ്ട്രാസ്യം. ഈശാമാത്ര എന്ന് പറഞ്ഞാല് ഒരു കലപ്പ, ഈ വയലുകൾ ഉഴുന്നതായിട്ടുള്ള കലപ്പയുടെ അളവ് എന്ന് സൂചിപ്പിക്കാനാണ് ഈശാമാത്രം.
അപ്പൊ കലപ്പ പോലെ വലിയ വലിയ 4 ദംഷ്ട്രകള് അല്ലെ, രണ്ടും രണ്ടും പരസ്പരം അങ്ങനെ എന്താ പറയാ കട്ടിംഗ് പ്ലയറൊക്കെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവളുടെ വായില്. ഭയങ്കരമായിട്ടുള്ള വലുപ്പത്തോടു കൂടിയിട്ട് 4 കലപ്പകള് തലതിരിച്ച് വെച്ചതുപോലെ. അതുപോലെ കന്ദര നാസികം. ഗിരികന്ദരം പർവ്വത ഗുഹ. കന്ദരം ഗുഹയാണ്, ഗിരിയിലുള്ള കന്ദരം പർവ്വത ഗുഹ പോലെയുള്ള 2 വലിയ നാസികകള്. മൂക്കിങ്ങനെ തുറന്നു കിടപ്പുണ്ട് ഗുഹ പോലെ. ഗണ്ഡശൈലസ്ഥനം. അവരുടെ സ്ഥനങ്ങൾ രണ്ടും വലിയ പർവ്വതങ്ങളുടെ കഷ്ണങ്ങൾ പോലെ കൊടുമുടി കിടക്കുന്നത് പോലെയുണ്ട് അവരുടെ 2 സ്ഥനങ്ങള്. ഗണ്ഡശൈലസ്ഥനം. പ്രകീർണ അരുണമൂർധജം. അവരുടെ മൂർധജം തലമുടി അത് പ്രകീർണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെതറിക്കിടക്കണ്ട്, പരന്ന് കിടക്കണ്ട്. അരുണവർണ്ണം, ചെമ്പിച്ച വർണ്ണമാണ്. നല്ല കറുപ്പല്ല, ചെമ്പിച്ച വർണ്ണം. ഇന്നത്തെ ആളുകളൊക്കെ കാശ് കൊടുത്ത് ചെമ്പിപ്പിക്കുന്നുണ്ട്. ഇവിടെ കാശ് കൊടുക്കാതെ തന്നെ രാക്ഷസികൾക്ക് ചെമ്പിച്ച തലമുടിയായിരുന്നു. മനുഷ്യ സ്ത്രീകൾക്കൊക്കെ കറുത്ത തലമുടിയായിരുന്നു. അപ്പൊ ഇപ്പൊ ചെമ്പിക്കുന്നവരെയൊക്കെ എന്താ പറയുക? അപ്പൊ നമ്മള് ഈ പൂതനയുടെ ഒക്കെ കൂട്ടത്തിൽ കൂട്ടേണ്ടി വരുമോ അല്ലേ? കാശ് കൊടുത്തിട്ട് നല്ല മുടിയെ, നല്ല കറുത്ത മുടിയെ ചെമ്പിപ്പിക്കുന്ന തലമുറയാണിപ്പോ. അപ്പൊ പൂതനയുടെ കൂട്ടത്തിൽ കൂട്ടാന്ന് വിചാരിക്കണോ നമ്മള് അല്ലേ? അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള നിറത്തെ കളഞ്ഞ്, ആ സൗന്ദര്യം കളഞ്ഞ്, ഈശ്വരൻ കൊടുത്ത സൗന്ദര്യത്തെ കളഞ്ഞ് കൃത്രിമമായിട്ട് പൂതനയെ പോലെ ആക്കുന്നു. ഈ അസുരന്മാരുടെയൊക്കെ തലമുടിയെ കുറിച്ച് പറയുമ്പോഴാണ് ചെമ്പിച്ചത് എന്ന് പറയുന്നത്. മനുഷ്യരുടെ പറയുമ്പോൾ എല്ലാം ഡാർക്കാണ്, കാർക്കൂന്തലാണ്. നമ്മുടെ മക്കളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അതൊക്കെ പൂതനയുടെ നിറമാണെന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ കേൾക്കുന്നവരാരും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കണം. അപ്പൊ എന്തായാലും എങ്ങനെയുള്ള പ്രകീർണ അരുണമൂർധജം, പരന്ന് കിടക്കുന്നതായിട്ടുള്ള ആ ചുവന്ന ചെമ്പിച്ചതായിട്ടുള്ള തലമുടിയോട് കൂടിയവളും. അന്ധകൂപ ഗഭീരാക്ഷം. അന്ധകൂപ ഗഭീരാക്ഷം. അന്ധകൂപം എന്ന് പറഞ്ഞാൽ പൊട്ടക്കിണറ്. കൂപം കിണറാണ്. അന്ധകൂപം എന്ന് പറഞ്ഞാൽ ആഴം കാണാൻ പറ്റാത്ത പൊട്ടക്കിണറ്. അതുപോലെ ഗഭീരം ആഴമേറിയ അക്ഷം, 2 കണ്ണുകള്. 2 കണ്ണുകള് 2 പൊട്ടക്കിണറ് പോലെ കിടപ്പുണ്ട്. അന്ധകൂപ ഗഭീരാക്ഷം. പുളിനാരോഹ ഭീഷണം. പുളിനം എന്ന് പറഞ്ഞാൽ മണൽത്തിട്ടകളാണ്. അതുപോലെയുള്ള ആരോഹം എന്ന് പറഞ്ഞാല്, ആരോഹം എന്നുള്ളതിന് പല അർത്ഥമുണ്ട്. സ്ഥലങ്ങളുണ്ട്. ഇവിടെ സ്ഥലങ്ങളെ വേറെ പറഞ്ഞു, ഗണ്ഡശൈല സ്ഥലം എന്ന്. അപ്പോ അരക്കെട്ട് അല്ലെങ്കിൽ അടിവയറ്, ഇതിനൊക്കെ ആരോഹം എന്ന് പറയും. ഇത്തിരി പൊങ്ങി നിൽക്കുന്ന അവയവങ്ങളൊക്കെ ആരോഹം. ആ അവസ്ഥയില് അടിവയറ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അടിവയറ് നല്ലൊരു മണൽത്തിട്ട പോലെ കിടപ്പുണ്ട്, പൊങ്ങിക്കിടപ്പുണ്ട്. ഇല്ലേ, സമുദ്രതീരത്തും നദീതീരത്തും ഒക്കെ ഒരു അരികു പോലെ തിട്ട. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയുക, ഗംഭീരമായിട്ടുള്ള മണൽത്തിട്ട പോലെയുള്ള പുളിനാരോഹ ഭീഷണം, അത് ഭയങ്കരം. ബദ്ധസേതു ഭുജോർവങ്ക്രി. ഇതൊക്കെ ഈ ശരീരത്തിന്റെ, ഈ മൃതശരീരത്തിന്റെ വർണ്ണനയാണ്. ബദ്ധസേതു ഭുജ ഊരു അങ്ക്രി. ഭുജം ഊരു അങ്ക്രി. ഭുജം എന്നാൽ കൈകൾ, ഊരു തുടകൾ, അങ്ക്രി പാദം. ഇതെല്ലാം ഏതുപോലെയുണ്ട്? ബദ്ധസേതു, സേതുബന്ധനം ചെയ്തതുപോലെ, വലിയ ഡാം കെട്ടിവെച്ചിരിക്കുന്നത് പോലെ അല്ലെ, വലിയ വലിയ മതിലുകൾ പോലെ അല്ലെങ്കിൽ വരമ്പുകൾ പോലെ എന്നൊക്കെ പറയുന്നതാണ്. ഇവിടെ കൈയും കാലും തുടയുമെല്ലാം അങ്ങനെ പരന്ന് കിടക്കുന്നത് കണ്ട് അതിനെ ചാടി കിടക്കണമെങ്കിൽ വലിയ പണിയാണ്. അണക്കെട്ട് കെട്ടി വെച്ച പോലെ ഉണ്ട് എന്നർത്ഥം. ബദ്ധസേതു ഭുജോർവങ്ക്രി. ശൂന്യതോയ ഹ്രദോദരം. അവളുടെ ഉദരം, അവളുടെ വയറിന്റെ ഭാഗം നല്ല ആഴമുള്ളതാണ്. അത് ശൂന്യതോയ ഹ്രദം, വെള്ളമില്ലാത്തൊരു ജലാശയം പോലെ, ഒരു തടാകം പോലെ. വെള്ളം പറ്റിയ ഒരു തടാകം എങ്ങനെയുണ്ടോ അതുപോലെ കിടക്കണു ഇങ്ങനെ അവളുടെ വയറ് ആഴത്തില്. അതാണ് ശൂന്യതോയ ഹ്രദോദരം. അങ്ങനെയുള്ള കളേവരം അവളുടെ ആ ശരീരം, മൃതശരീരം വീക്ഷ്യ കണ്ടവരായിട്ടുള്ള ഗോപാഹ ഗോപ്യഹ സന്തത്രസു. ഗോപന്മാരും ഗോപികമാരും സമ്യക്കായി തത്രസു
നല്ലോണം അവർക്ക് ത്രാണമുണ്ടായി, ഭയമുണ്ടായി, ത്രാസമുണ്ടായി. മാത്രമല്ല ഇത് മുമ്പ് എന്തുണ്ടായിട്ടുണ്ട്? പൂർവം തു തൻ നിസ്വനിത ഭിന്ന ഹൃത്കർണമസ്തകാഹ. ഓൾറെഡി പൂർവം മുമ്പേ തന്നെ തൻ നിസ്വനിതം, അവളുടെ ഭയങ്കരമായ സ്വനം, നിലവിളി, അവളുടെ ഗർജനങ്ങൾ, അവളുടെ അട്ടഹാസങ്ങള്, ഭീതിതമായിട്ടുള്ള ശബ്ദങ്ങൾ കേട്ട് ഭിന്ന ഹൃത് കർണമസ്തകാഹ, ഭിന്ന ഹൃത്തുക്കളും ഭിന്ന കർണങ്ങളും ഭിന്ന മസ്തകന്മാരുമായിരുന്നു എല്ലാവരും. അവരുടെ ഹൃദയം ഭേദിച്ചിരുന്നു ഭയപ്പെട്ടുകൊണ്ട്. കർണങ്ങൾ, ചെവിയൊക്കെ പൊട്ടിയിട്ടുണ്ട്, അടഞ്ഞു പോയിട്ടുണ്ട്. മസ്തകം, തലയ്ക്ക് വേദന ഉണ്ടായിട്ടുണ്ട്. തല പിളർന്നതുപോലെയുള്ള വേദന അവർക്കൊക്കെ അനുഭവമുണ്ട് ഈ ശബ്ദം കേട്ടിട്ട്. അപ്പൊ ഓൾറെഡി ശബ്ദത്തിൽ നിന്നുണ്ടായിട്ടുള്ള ആഘാതം അത് മാറുന്നതിന് മുമ്പാണ് ഇത് ആ രൂപവും കാണുന്നത്. ഈ ഭയങ്കരമായിട്ടുള്ള രൂപവും കൂടി കണ്ടതോടുകൂടി ഈ ഗോപന്മാരും ഗോപികമാരും എല്ലാം വല്ലാതെ ഭയപ്പെട്ടു എന്നർത്ഥം. അപ്പൊ ഇത്രയും ഭയം ഉണ്ടാക്കുന്ന ഈ ഗംഭീരമായിട്ടുള്ള ശരീരത്തോടു കൂടിയ ഈ പൂതനയാണ്, ഈ രാക്ഷസിയാണ്, ഈ ശക്തിമതിയായിട്ടുള്ള ഇവളാണ് ഭഗവാന്റെ മുമ്പിൽ ഒന്നും അല്ലാതായി പോയത്. ഇത് ചിന്തിക്കുക. അപ്പൊ ഭഗവാന്റെ മുമ്പില് എത്ര ശക്തന്മാരാണെങ്കിലും എത്ര പൗരുഷമുള്ളവരാണെങ്കിലും അല്ലെ, ഇതുപോലെ നിസ്സാരന്മാരാണ്. നമ്മൾ ഹിരണ്യകശിപുവിനെ കണ്ടു, കറിവേപ്പില കിടക്കും പോലെ കിടക്കുന്നത് അല്ലെ. അതുപോലെ ഓരോരുത്തരും എത്ര ശക്തന്മാരാണെങ്കിലും നമ്മുടെ ഭീഷ്മ പിതാമഹനടക്കം ശരശയ്യിൽ അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന കിടത്തം. അപ്പൊ എത്ര പൗരുഷമുള്ളവരാണെങ്കിലും എത്ര ശക്തിയുള്ളവരാണെങ്കിലും ഭഗവാന്റെ മുമ്പിൽ ഇവരൊക്കെ എത്രയോ നിസ്സാരന്മാരാണ്. ഇത് കാണുമ്പോൾ നമ്മൾ എത്ര നിസ്സാരന്മാരാണെന്നുള്ള ബോധവും കൂടി ഉണ്ടാവണം. ആ ഭഗവാനോടുള്ള, സർവശക്തനായ ഭഗവാനോടുള്ളതായിട്ടുള്ള നമ്മുടെ ഒരു ആരാധന, ഒരു ആശ്രയഭാവം അദ്ദേഹത്തിൽ നമ്മൾക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. അപ്പോ ഇങ്ങനെയുള്ള അവളുടെ ആ ഗംഭീര ശരീരത്തെ വർണ്ണിച്ചു. അങ്ങനെയുള്ള ആ അവളുടെ മല പോലെ കിടക്കുന്ന മൃതശരീരത്തിന്റെ മുകളില് ഭഗവാൻ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് കയ്യും കാലോട്ട് പ്രാകൃത ശിശുവിനെ പോലെ ചിരിച്ചു കളിച്ചുകൊണ്ട് കിടക്കും. ഒരു ഭയവും ഇല്ല. കാരണം ഉണ്ണികൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിവില്ല, അതുകൊണ്ട് ഭയക്കില്ല. ഇപ്പൊ ബാലം ച തസ്യാഉരസി ക്രീഡന്തമകുതോ ഭയം ഗോപ്യസ്തൂർണം സമഭ്യേത്യ ജഗൃഹുർജാത സംഭ്രമാഃ. ബാലം ച തസ്യാഉരസി ക്രീഡന്തമകുതോ ഭയം ഗോപ്യസ്തൂർണം സമഭ്യേത്യ ജഗൃഹുർജാത സംഭ്രമാഃ. തസ്യാ ഉരസി ക്രീഡന്തം മകുതോ ഭയം ബാലം. തസ്യാഹ പൂതനായാഹ ഉരസി ക്രീഡന്തം, അവളുടെ മാറിൽ കിടന്ന് കളിക്കുകയാണ്. കാരണം മാറത്തായിരുന്നല്ലോ മുറുക്ക പിടിച്ചിരുന്നത്. ഗാഠം പ്രപീഡ്യ, ആ സ്തനങ്ങളെ നല്ലോണം മുറുക്ക പിടിച്ചിരുന്നു ഭഗവാൻ. അപ്പൊ ഈ ഇവളെല്ലാം ഇങ്ങനെ കുടയുമ്പോഴും മറിയുമ്പോഴും ഇതൊന്നും ഭഗവാൻ വിട്ടിട്ടില്ല, പിടിവിട്ടിട്ടില്ല, നല്ല മുറുക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ മാറിൽ തന്നെയാണ് ഉരസി ക്രീഡന്തം. ഉരസിൽ കയ്യും കാലോട്ട് അടിച്ച് കളിക്കുകയാണ് ഭഗവാൻ, ചിരിക്കുകയാണ്. ഒന്നും അറിഞ്ഞില്ലേ എന്നുള്ള മട്ടില്. ഞാനൊന്നും അല്ല കേട്ടോ ഈ കൊലപാതകം ചെയ്തത് എന്നുള്ള മട്ടിലും ഒന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ കൊച്ചുകുട്ടിയെ പോലെ, ഒരു പ്രാകൃത ശിശുവെ പോലെ ഭഗവാൻ അഭിനയിക്കുകയാണ്. ആ കുതോ ഭയം, ഒന്നിൽ നിന്നും ഭയമില്ലാത്തവനായിട്ട് ആ ബാലം ഗോപ്യഃ തൂർണം സമഭ്യേത്യ, ഗോപികമാരെല്ലാം കൂടി ഓടിച്ചെന്നു. തൂർണം, വേഗത്തില്, സമഭ്യത്യ, വേഗം പാഞ്ഞു ചെന്നു. എന്നിട്ടോ ജാത സംഭ്രമാഹ, വലിയ സംഭ്രമത്തോടുകൂടി, കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ, ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റിയോ എന്നുള്ള മട്ടില് ഒരു സംഭ്രമത്തോടുകൂടി ജഗൃഹു, ഗ്രഹിച്ചു. ആ ഉണ്ണിയെ എടുത്തു എന്നർത്ഥം. ആദ്യം ഓടിച്ചെന്നവര് ഉണ്ണിയെ വേഗം വാരിയെടുത്തു എന്ന് താല്പര്യം. അപ്പൊ ഇവിടെ യശോദയും രോഹിണിയൊന്നും കയ്യും കാലും അനക്കാൻ പറ്റാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് ഭയപ്പെട്ടിട്ട്. കാരണം ആ സ്വന്തം മാതാക്കന്മാർക്കാണല്ലോ ഏറ്റവും അധികം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കയ്യും കാലും ഓടാതിരിക്കുക. അതിനുള്ളതാണല്ലോ ബന്ധുജനങ്ങള് ഓരോ കാര്യങ്ങൾ ചെയ്തു തരാൻ. അപ്പൊ ഇവിടെ മറ്റമ്മമാര്, ഗോപികമാര് ഈ അമ്മമാര് ചെയ്യേണ്ട ഡ്യൂട്ടിയൊക്കെ ചെയ്യണം. ഇവരാകെ സ്തംഭിച്ചു നിൽക്കുകയാണ്, യശോദയും രോഹിണിയും. അങ്ങനെ ഓടിച്ചെന്ന് അവര് എടുത്തു. അവർക്കും ഭയമൊന്നും തോന്നിയില്ല ആ സമയത്ത്. ഈ ആപത്തുകളിൽ സ്ത്രീകൾക്ക് ധൈര്യം കൂടും. അല്ലെങ്കിൽ തന്നെ സ്ത്രീകളാണ് ശക്തി, നല്ല ശക്തിയുള്ളവർ തന്നെയാണ്. അവരെ നമ്മള് എന്താ പറയുക, ശക്തിയെ അടക്കി വെച്ചിരിക്കുകയാണ്.
സ്ത്രീകൾ ചെയ്യുന്ന അത്രയും ജോലികൾ ഏത് പുരുഷന് ചെയ്യാൻ കഴിയും? അല്ലേ? രാവിലെ തൊട്ട് എത്ര നേരത്തെ എഴുന്നേറ്റ് എത്രയോ രാത്രി വൈകി കിടക്കുന്നത് വരെ ചെയ്യുന്ന ജോലികൾ എണ്ണി നോക്കിയാൽ പുരുഷന്മാർക്കൊന്നും സാധിക്കില്ല. ഹിമാലയത്തിൽ പോയി നോക്കണം. അവിടെയുള്ള പുരുഷന്മാരൊക്കെ മടിയന്മാരും എന്താ പറയുക, വല്ല കള്ളു കുടിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും വീടിയും വലിച്ചുകൊണ്ട്. അവിടെയുള്ള സ്ത്രീകളാണ് നല്ല ആരോഗ്യവതികൾ. അവര് കെട്ടുകണക്കിന് വലിയ വലിയ കെട്ട് വിറകൊക്കെ ആയിട്ട് മലയിൽ നിന്ന് കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല. എത്ര ആരോഗ്യവാന്മാർക്ക് പോലും സാധിക്കില്ല. കൂടെ മാറത്തോ മുതുകത്തോ ഒക്കെ കുട്ടികളും ഉണ്ടാവും. അവരുടെ കുട്ടികളെയും ചുമന്നുകൊണ്ടാണ് ഒരു വലിയ വലിയ വിറക് കെട്ടുകളും ചുമന്നുകൊണ്ട് ഈ മല കയറുന്നത്. അവരുടെ ശക്തി, അവരെടുക്കുന്ന പണികൾ. അപ്പൊ ഇവിടെയും ഈ ഗോപികമാർക്ക്, അമ്മമാർക്ക് ഈ ആപദ്ധൈര്യം അത് അവർ പ്രകടിപ്പിച്ചു. സംഭ്രമമൊക്കെ ഉണ്ടെങ്കിലും ചാടി അവര് എടുത്തിട്ട് വന്നു ഉണ്ണിയെ. എന്നിട്ടോ യശോദാരോഹിണിഭ്യാം താഹ സമം ബാലസ്യ സർവതഃ രക്ഷാം വിദധിരേ സമ്യക് ഗോപുച്ഛഭ്രമണാദിഭിഃ. യശോദാരോഹിണിഭ്യാം താഹ സമം ബാലസ്യ സർവതഃ രക്ഷാം വിദധിരേ സമ്യക് ഗോപുച്ഛഭ്രമണാദിഭിഃ. അപ്പോ താഹ എന്ന് പറഞ്ഞാൽ അവർ, ആ ഗോപികൾ, യശോദാരോഹിണീഭ്യാം സമം, യശോദയോടും രോഹിണിയോടും കൂടെ ചേർന്ന് അവരെയും കൂട്ടിയിട്ട്. അപ്പൊ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളതായിട്ടുള്ള ഒരു ഭ്രമത്തിലാണ് രോഹിണി യശോദമാര്. അപ്പൊ ഇവരാണ് അതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്, ചെയ്യുന്നത്. ആരാ ചെയ്യുന്നത്? ഗോപികമാര് സ്വന്തം അമ്മമാര് ചെയ്യുന്ന പോലെ തന്നെ ഈ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ബാലസ്യ സർവതഃ രക്ഷാം വിദധിരേ, ആ കുട്ടിക്ക് എല്ലാ ദിക്കുകളിൽ നിന്നും ഭയം ഉണ്ടാവാതിരിക്കാൻ രക്ഷയെ ചെയ്തു, രക്ഷാവിധാനം ചെയ്തു. എങ്ങനെയൊക്കെ? സമ്യക് ഗോപുച്ഛ ഭ്രമണാദിഭി, സമ്യക് വേണ്ട പോലെ നന്നായിട്ട് തന്നെ രക്ഷയെ ചെയ്തു. ഗോപുച്ഛ ഭ്രമണാദിഭി, ഗോപുച്ഛം എന്ന് പറഞ്ഞാല് പശുവിന്റെ വാല്, അതിന്റെ ഭ്രമണം എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങനെ തലയിലും ശരീരത്തിലും ഒക്കെ ഒഴിഞ്ഞുകൊണ്ട് കറക്കിക്കൊണ്ട് എന്നൊക്കെ അർത്ഥം. പശുവിന്റെ വാല് കൊണ്ട് കുട്ടിയെ പശുവിന്റെ അടുത്തേക്ക് എടുത്തുകൊണ്ട് പോയിട്ട് അതിന്റെ വാല് പിടിച്ചിട്ട് ശരീരത്തിലൊക്കെ ഒഴിയുക, തലയിലൊക്കെ ഇങ്ങനെ കറക്കുക. അങ്ങനെ അതുകൊണ്ട് ഒഴിഞ്ഞു കളയണമില്ല. എന്തെങ്കിലും ബാധകൾ ഈ കുട്ടിയുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ ഗോപുച്ഛ സ്പർശം കൊണ്ടും അതിന്റെ ദർശനം കൊണ്ടും അതിന്റെ കാറ്റേറ്റും അത് പോകണം. കാരണം പശു എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാലക്ഷ്മിയാണ്, കാമധേനുവാണ്. 33 ദേവന്മാരും അതിൽ അടങ്ങിയിരിക്കുന്നു. ഒരു പശുവിന്റെ ദേഹത്തില് 33 ദേവന്മാരും അടങ്ങിയിരിക്കുന്നു. അപ്പൊ അതിന്റെ പുച്ഛം എന്നൊക്കെ പറഞ്ഞ സാക്ഷാൽ മഹാലക്ഷ്മിയുടെ ഒക്കെ സ്ഥാനം തന്നെയാണ്. അപ്പൊ അത് അങ്ങനെയുള്ള സ്പർശം ഉണ്ടാകുമ്പോൾ മൂദേവികള്, ജ്യേഷ്ഠകള് ഒക്കെ ഇറങ്ങിപ്പൊക്കോളും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ചെയ്തത്. ഗോപുച്ഛ ഭ്രമണാദിഭിഹി, അത് ഏറ്റവും ആദ്യം ഓടിച്ചു ചെയ്തവര്. പിന്നെ ഓരോരുത്തരും വന്ന് ഓരോന്ന് ചെയ്യുന്നുണ്ട്. എല്ലാവരും പരിഭ്രമത്തോടെ അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് ചോദിച്ചുകൊണ്ടെന്ന മട്ടില് അവർ ഓരോരുത്തരും വന്ന് അവരവരുടേതായിട്ട് രക്ഷകളെ ചെയ്യുന്നുണ്ട്. അതാണ് ഗോമൂത്രേണ സ്നാപയിത്വ പുനർഗോരജസാർഭകം രക്ഷാം ചക്രുശ്ച ശകൃത ദ്വാദശാംഗേഷു നാമഭിഹി. ഗോമൂത്രേണ സ്നാപയിത്വ പുനർഗോരജസാർഭകം രക്ഷാം ചക്രുശ്ച ശകൃത ദ്വാദശാംഗേഷു നാമഭിഹി. അപ്പോ അർഭകം എന്ന് പറഞ്ഞ ബാലം, ആ ബാലനെ, കുട്ടിയെ ഗോമൂത്രേണ സ്നാപയിത്വ, ഗോമൂത്രം കൊണ്ട് കുളിപ്പിച്ചിട്ട് എന്നൊക്കെ അർത്ഥം. നീ ഗോമൂത്രം ഒഴിച്ച് കുളിപ്പിച്ചു, അതോ ഗോമൂത്രം പ്രോക്ഷണം ചെയ്തിട്ടുണ്ടാവും, തളിച്ചിട്ടുണ്ടാവും. എന്തായാലും അന്നത്തെ ഗോക്കളൊക്കെ നല്ല ഗോക്കളാണ്. അവയുടെ മൂത്രം നല്ല ഔഷധമുള്ളതാണ്, ശക്തിയുള്ളതാണ്, ആന്റി ബാക്ടീരിയൽ, ആന്റിബയോട്ടിക് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ഗുണങ്ങളുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് സ്നാപനം ചെയ്തത്. ആ ഗോമൂത്രം കൊണ്ട് സ്നാപനം ചെയ്തു. പുനഃ ഗോരജസ രക്ഷാം ചക്രുഹു. ഗോരജസ എന്ന് പറഞ്ഞാൽ പശുവിന്റെ കാലിന്റെ അടിയിലുള്ള ധൂളി, കുളമ്പിനടിയിലുള്ളതായിട്ടുള്ള ധൂളി കൊണ്ട് ഭസ്മം പോലെ രക്ഷാം ചക്രുഹു, അല്ലെങ്കിൽ ശരീരത്തിൽ അതുകൊണ്ട് ഇങ്ങനെ ധൂളി സ്പർശിച്ചിട്ടുണ്ടാവും. ഗോരജസ് കൊണ്ട് പലയിടത്തും കുറി തൊടും പോലെ, ഭസ്മം തൊടും പോലെ തൊട്ടു. ശകൃത എന്ന് പറഞ്ഞാൽ, ശകൃത്ത എന്ന് പറഞ്ഞാല് ചാണകമാണ്.
പശുവിന്റെ ഗോമയം, ചാണകം, അതിനാണ് ശകൃത്ത് എന്ന് പറയുന്നത്. അപ്പൊ ശകൃത ചാണകമെടുത്ത് ചന്ദനം തേക്കും പോലെയൊക്കെ തേച്ചു. ദ്വാദശ അംഗേഷു നാമവിഹി, 12 അവയവങ്ങളിൽ 12 നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ആ ഉണ്ണിയുടെ ശരീരത്തില് നല്ല ചാണകം തൊട്ടു. അപ്പൊ ചാണകം തൊട്ട് മെഴുകുക എന്നുള്ളത് നമ്മുടെ ഗൃഹങ്ങളിലൊക്കെ പണ്ട് രാവിലെ എഴുന്നേറ്റ കടമകളായിരുന്നു അല്ലെ. മഹാലക്ഷ്മി വരാനായിട്ട് ചാണകം കൊണ്ട് മെഴുകുക, ചാണകവെള്ളം തളിക്കുക. അന്ന് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, നമുക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റ് നല്ലോണം വെള്ളത്തിൽ ചാണകം കലക്കി മുറ്റത്തൊക്കെ തളിക്കുക. അതുപോലെ ചാണകവെള്ളം കൊണ്ട് കോലായൊക്കെ തുടയ്ക്കുക. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പറഞ്ഞപ്പോ ഹാർപ്പിക്കും മറ്റ് പലതും അല്ലെ, എന്താണ് ഡെറ്റോളും ഗിറ്റോളും ഒക്കെ കൊണ്ടുവന്ന് എല്ലാരെയും രോഗികളാക്കി. നല്ലതൊക്കെ ഉപേക്ഷിച്ചു നമ്മൾ, പ്രകൃതിയിൽ നിന്ന് കിട്ടിയതിനെയൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെയുള്ള കൃത്രിമമൊക്കെ ഇതാണ് നല്ലത്, നല്ല ബാക്ടീരിയകളെയൊക്കെ അത് കൊന്നു കളഞ്ഞു. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രകൃതിയിലുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള ശക്തികളെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞു, ജഡമാക്കി കളഞ്ഞു. ഈ ഭൂമിയെ ഊഷര ഭൂമിയാക്കി മാറ്റി. നമ്മുടെ ഈ കൃഷിക്ക് വളങ്ങൾ ഉപയോഗിക്കുന്നതും എല്ലാം തന്നെ ചാണകത്തിന് പകരം കണ്ണിക്കണ്ട രാസവളങ്ങളൊക്കെ ഉപയോഗിച്ച് ഭൂമി ഇപ്പോൾ ഒന്നിനും കൊള്ളാത്ത മരുഭൂമി പോലെ ആയി മാറിയിട്ടുണ്ട്. പണ്ടത്തെ കൃഷിരീതികളൊക്കെ, നാടൻ കൃഷിരീതികളൊക്കെ മറന്നുപോയി. ഇപ്പോൾ ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം ആ രീതിയിൽ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്ത് മറ്റേ നാടൻ കൃഷി ചെയ്യാൻ സാധിക്കാതെയായി. എന്തുകൊണ്ടെച്ചാൽ ഇവിടെ അടിക്കുന്ന മരുന്നുകള്, വളങ്ങളൊക്കെ കൊണ്ട് അവിടെയുള്ള ജന്തുക്കള്, കീടങ്ങള് ഒക്കെ കൂടി ഒന്നിച്ച് ആരെങ്കിലും നാടൻ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടേക്ക് വന്നുകൂടും, അവിടെ നിൽക്കാൻ കഴിയില്ല. അപ്പൊ നമ്മളൊക്കെ ധാരാളം ക്യാൻസർ പേഷ്യൻസ് ധാരാളം ഉണ്ടായി. ബാക്കി എല്ലാ രോഗങ്ങളും, ഡെങ്കിപ്പനി, ആ പനി, ഈ പനി എന്ന് പറഞ്ഞ മാതിരി പനികളൊക്കെ വിട്ടുപോകാതെയും അല്ലെ, ക്യാൻസറും അൾസറും എന്ന് പറഞ്ഞ മാതിരിയുള്ള എല്ലാ അസുഖങ്ങളും ധാരാളമായി വന്നു ചേർന്നു. അപ്പൊ ഇവിടെ ശകൃതാ ദ്വാദശാംഗേഷു, ശകൃത്ത് എന്ന് പറഞ്ഞാല് ചാണകമാണ്, പശുവിന്റെ വളമാണ്. അതുകൊണ്ട് 12 അംഗങ്ങളിൽ 12 നാമബിഹി എന്നർത്ഥം. അപ്പൊ അതിന് ചൊല്ലുന്നതായിട്ടുള്ള മന്ത്രങ്ങള് ഇതൊക്കെ ഉണ്ട്. ഏതൊക്കെ ഭഗവാന്റെ നാമങ്ങളാണ് ചൊല്ലേണ്ടത് എന്നുണ്ട്. കേശവായ നമ, നാരായണായ നമ, മാധവായ നമ, ഗോവിന്ദായ നമ, വിഷ്ണവേ നമ, മധുസൂദനായ നമ, ത്രിവിക്രമായ നമ, വാമനായ നമ, ശ്രീധരായ നമ, ഋഷികേശായ നമ, പത്മനാഭായ നമ, ദാമോദരായ നമ. ഈ 12 നാമങ്ങൾ ചൊല്ലിയിട്ടാണ് 12 അവയവങ്ങളെ സ്പർശിക്കേണ്ടത്. ഇതൊക്കെ പൂജ ആരംഭിക്കുന്നതായുള്ള സമയത്ത് നമ്മളൊക്കെ അംഗന്യാസം, കരന്യാസം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് നമ്മുടെ ശരീരത്തിന് രക്ഷ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നാമങ്ങൾ ചൊല്ലി ശരീരാവയവങ്ങളിൽ സ്പർശിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ പണ്ടേ ഗോപികമാർക്കറിയാം. എന്നുവെച്ചാൽ അന്നത്തെ ഏത് പ്രാകൃതന്മാരാണ് അവരെങ്കിലും അവർക്ക് ഈ സംസ്കാരം നല്ലോണം ഉണ്ട്. നമ്മളിപ്പോ സിവിലൈസ്ഡ് ആണ്, പക്ഷെ ഇതൊക്കെ മറന്നു, ഇതൊന്നും അറിയില്ല. വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണ്, കേമന്മാരാണ്, ഒക്കെ ഞെളിഞ്ഞൊക്കെ നടക്കുന്നുണ്ട് നമ്മള്. പക്ഷെ ഈ അത്യാവശ്യം വേണ്ടതൊക്കെ നമ്മുടെ സംസ്കാരമേ മറന്നുപോയി. ഈ ഭഗവാന്റെ നാമങ്ങള് അല്ലേ എല്ലാം മറന്നു. അപ്പോ അറിഞ്ഞിരിക്കേണ്ടതാണ് ഭഗവാന്റെ ഈ 12 നാമങ്ങള്. ഓം കേശവായ നമ, ഓം നാരായണായ നമ, ഓം മാധവായ നമ, ഓം ഗോവിന്ദായ നമ, ഓം വിഷ്ണവേ നമ, ഓം മധുസൂദനായ നമ, ഓം ത്രിവിക്രമായ നമ, ഓം വാമനായ നമ, ഓം ശ്രീധരായ നമ, ഓം ഋഷികേശായ നമ, ഓം പത്മനാഭായ നമ, ഓം ദാമോദരായ നമ. ഇതാണ് ഭഗവാന്റെ 12 നാമങ്ങൾ. ഇത് ചൊല്ലി ഏതേത് അംഗങ്ങളെ സ്പർശിക്കണം എന്നും കൂടി നിയമങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ രക്ഷ ചെയ്യുമ്പോൾ, ഈ കുട്ടികൾക്ക് രക്ഷ ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് എവിടെയൊക്കെ ഏതേത് അവയവങ്ങളിൽ സ്പർശിക്കുമ്പോ ഏതേത് നാമം, ലലാടേ കേശവം ധ്യായേത്
ലലാടം എന്നാൽ നെറ്റി. നെറ്റിയിൽ സ്പർശിച്ചുകൊണ്ട്, ചാണകം കൊണ്ട് സ്പർശിച്ചുകൊണ്ട് കേശവനെ ധ്യാനിക്കണം. ലലാടേ കേശവം ധ്യായേത് നാരായണം അത ഉദരേ. വയറിൽ സ്പർശിച്ചുകൊണ്ട് നാരായണായ നമ എന്ന് പറയണം. ഉദരേ നാരായണ. അത് കഴിഞ്ഞ് വക്ഷസ്ഥലേ മാധവം തൂ. വക്ഷസ്ഥലം ഹൃദയദേശത്ത് മാധവായ നമ എന്ന് പറഞ്ഞുകൊണ്ട് സ്പർശിക്കണം. ഗോവിന്ദം കണ്ടകൂപരേ. ഈ തൊണ്ടക്കുഴി, അതാണ് കണ്ടകൂപരം എന്ന് പറഞ്ഞാൽ കുഴിയാണ്. അപ്പൊ തൊണ്ടയിലുള്ള കുഴിയില് ഗോവിന്ദായ നമ എന്ന് പറയണം. ഇതാണ് ഗോവിന്ദം കണ്ടകൂപരേ. വിഷ്ണും ച ദക്ഷിണേ കക്ഷൗ. ദക്ഷിണേ കക്ഷം എന്ന് പറഞ്ഞാൽ ഈ വാരിഭാഗം. അപ്പൊ വിഷ്ണുവിനെ വിഷ്ണവേ നമ എന്ന് പറഞ്ഞ് ഈ വാരിഭാഗത്ത്, വലത് വാരിഭാഗത്ത് സ്പർശിക്കുക. അതുപോലെ ബാഹൗച മധുസൂദനം. മധുസൂദനായ നമ എന്ന് പറഞ്ഞ് ബാഹുക്കളെ സ്പർശിക്കുക, വലത് ബാഹുക്കളെ. അതുപോലെ ത്രിവിക്രമം കന്ധരേതു. കണ്ടത്തിൽ, കന്ധരം കഴുത്താണ്, കഴുത്തിലെ ത്രിവിക്രമായ നമഃ എന്ന് പറഞ്ഞുകൊണ്ടും വാമനം വാമപാർശ്വകേ വാമനായ നമഃ എന്ന് പറഞ്ഞ് വാമപാർശ്വത്തില്, ഇടതേ കക്ഷത്തിന് താഴെ. വാമപാർശ്വകേ ശ്രീധരം വാമബാഹൗതു. ശ്രീധരായ നമഃ എന്ന് പറഞ്ഞ് ഇടത് കയ്യിലെ ബാഹുവില് സ്പർശിക്കണം. ഋഷികേശം തു കന്ധരേ. വീണ്ടും കന്ധരത്തിൽ ഋഷികേശത്തെ. ഒരിക്കൽ കൂടെ കഴുത്തില് ഋഷികേശായ നമഃ. പൃഷ്ഠേ ച പത്മനാഭം ച. പൃഷ്ഠത്തിൽ സ്പർശിച്ചുകൊണ്ട് പത്മനാഭായ നമഃ എന്ന് പറയാം. കട്യാം ദാമോദരം ന്യസേത്. അരക്കെട്ടില് ദാമോദരായ നമഃ എന്ന് പറഞ്ഞ് ഉദരത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ അരക്കെട്ടിന്റെ അടുത്ത് ദാമോദരായ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലേണ്ടതാണ്. ഏതാണ്? ഇന്ന സ്ഥാനങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് ഇന്ന നാമങ്ങൾ എന്ന് രക്ഷാകവചമായി, രക്ഷാമന്ത്രമായി അംഗന്യാസം ചെയ്യണം എന്ന്. അപ്പൊ ഈ വ്രജവാസികളൊക്കെ ഇത് അറിയുന്നവരായിരുന്നു, ഈ അമ്മമാരൊക്കെ. അതാണ് അവരെല്ലാരും കൂടി ചെയ്തു എന്ന് പറയണത്. അപ്പൊ ഗോമൂത്രേണ സ്നാപയിത്വാ പുനർഗോരജസാർഭകം രക്ഷാം ചക്രുശ്ച സകൃതാ ദ്വാദശാംഗേഷു നാമഭിഃ. ഗോപ്യഃ സംസ്പൃഷ്ടസലിലാ അംഗേഷു കരയോഃ പൃഥക് ന്യസ്യാത്മന്യത ബാലസ്യ ബീജന്യാസമകുർവത. ഗോപ്യഃ സംസ്പൃഷ്ടസലിലാ അംഗേഷു കരയോഃ പൃഥക് ന്യസ്യാത്മന്യത ബാലസ്യ ബീജന്യാസം അകുർവത. അപ്പോ ആദ്യം തിരക്ക് പിടിച്ച് അവരൊക്കെ ചെയ്തു. പിന്നെ അപ്പോഴേക്കും വേറെ ചിലരൊക്കെ പോയി കുളിച്ചു വന്നു, അല്ലെങ്കിൽ ശരീരം വെള്ളം സ്പർശിച്ചു വന്നു, കാലും മുഖമൊക്കെ കഴുകിയിട്ട് വന്നു, വൃത്തിയായിട്ട് വന്നു. അതാണ് ഗോപ്യ സംസ്പൃഷ്ട സലിലാഹ. ജലം സ്പർശിച്ച് വന്നവരായിട്ടുള്ള ഗോപികൾ. അവരും വീണ്ടും ചെയ്യണം. അംഗേഷു കരയോഹോ പൃഥക്. എവിടെ? നസ്യ ആത്മനി. ആത്മനി എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെ. ആദ്യം ശരീരത്തില് തന്റെ അംഗങ്ങളിലുള്ള രക്ഷ ചെയ്യണം, എന്നിട്ട് കുട്ടിയുടെ അംഗങ്ങളിലും രക്ഷ ചെയ്യണം. അതാണ് ആത്മനി. ആദ്യം ആത്മനി അംഗേഷു അവയവങ്ങളിലും കരയോഹോ രണ്ട് കരങ്ങളിലും എല്ലാം ഈ ബീജം കൊണ്ട് ന്യസിച്ചിട്ട് പൃഥക് ബീജന്യാസ ന്യസ്യ അത ബാലസ്യ അകുർവത. പൃഥക് ബീജന്യാസ ന്യസ്യ. ഈ ബീജന്യാസത്തെ വേറെ വേറെ ചെയ്തിട്ട് ഓരോ അംഗങ്ങളിലും ചെയ്തിട്ട് പിന്നീട് ബാലസ്യ അംഗേപി ബീജന്യാസ അകുർവത. ബാലന്റെ ശരീരത്തിലും ചെയ്തു. അപ്പൊ അവനവന്റെ ശരീരത്തിൽ ചെയ്ത് കുട്ടിയുടെ ശരീരത്തിലും ചെയ്തു എന്നർത്ഥം. അപ്പോ ആചമനാദികളൊക്കെ ചെയ്തു വന്ന് വൃത്തിയായിട്ട് വന്നിട്ട് അവരൊന്നുകൂടെ ഈ ബീജന്യാസം ചെയ്തു. മറ്റേത് ഭഗവാന്റെ നാമങ്ങളെ കൊണ്ട് അംഗന്യാസം ചെയ്തു എന്ന് പറഞ്ഞു. ഇത് ബീജന്യാസം ചെയ്തു. അപ്പൊ ബീജന്യാസം ആചാര്യന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട്. 11 ബീജങ്ങളെ കൊണ്ട് 11 സ്ഥാനങ്ങളിൽ സ്പർശിക്കുന്നതാണ്. അപ്പോ അം നമഃ പാദയോഹോ. അം എന്നുള്ളതാണ് അടുത്ത ബീജം. പാദങ്ങളെ സ്പർശിച്ചുകൊണ്ട്, 2 പാദങ്ങളെ സ്പർശിച്ചുകൊണ്ട് അം നമഃ എന്ന് പറയണം. അം നമഃ പാദയോഹോ.
മം നമോ ജാനുനോഹോ. പിന്നീട് പാദത്തിൽ നിന്നും മുകളിലേക്ക് കാൽമുട്ടുകളെ രണ്ടിനെയും സ്പർശിച്ചുകൊണ്ട് മം നമോ എന്ന് പറഞ്ഞ് കാൽമുട്ടുകളെ സ്പർശിക്കുന്നു. യം നമ ഊർവോഹോ. യം എന്നുള്ള ബീജം കൊണ്ട് രണ്ട് തുടകളെ സ്പർശിക്കുന്നു. അം നമ കട്യോഹോ. കടിപ്രദേശം അരക്കെട്ടില് അം എന്നുള്ള ബീജം കൊണ്ട് തന്നെ വീണ്ടും ഹം നമ ഉദരേ. ഹം എന്നുള്ള ബീജം കൊണ്ട് ഉദരത്തിലും. കേം നമ ഹൃദയേ. കേം എന്നുള്ളതായിട്ടുള്ള ബീജം കൊണ്ട് ഹൃദയത്തിലും. ഈം നമ അംസേ. തോളുകളില് ഈം എന്നുള്ള ബീജം കൊണ്ട് തോളുകളിലും. ഇം നമ കണ്ടേ. ഇം എന്നുള്ള ബീജം കൊണ്ട് കണ്ടത്തിലും. വിം നമ ഭുജയോ. രണ്ട് ഭുജങ്ങളിലേക്കും വിം നമ എന്ന് പറയണം. ഊം നമ മുഖേ. വായിലേക്ക് ഊം നമ എന്നുള്ള ശബ്ദമാണ്. ഈം നമ മൂർധ്നി. ഈം നമ മൂർധ്നി. ഇങ്ങനെ 11 ബീജങ്ങളാണ്. ഇതൊന്നും നമ്മൾ പഠിച്ചില്ലെങ്കിലും ഭഗവാന്റെ നാമങ്ങളെങ്കിലും മുമ്പേ പറഞ്ഞത് പഠിച്ചു വെക്കുക. 12 നാമങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള എന്താ പറയുക ബീജന്യാസം എന്ന് പറയുന്നതായിട്ടുള്ള ന്യാസവും. അപ്പൊ ഇവരെത്ര ഈ വക കാര്യങ്ങളിൽ, ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ ധാർമ്മിക കാര്യങ്ങളിലൊക്കെ വളരെ നൈപുണ്യമുള്ളവരാണ്, പ്രാകൃതരാണെങ്കിലും ഈ ഗോപസ്ത്രീകൾ. സോ അല്ലെ, കമ്പയർഡ് ടു നമ്മളെക്കാൾ, നമ്മളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവരെത്രയോ ഉത്കൃഷ്ടരാണ്, നല്ല വൈഷ്ണവരാണ്, അവര് നല്ല വിഷ്ണു ഭക്തരാണെന്നും കൂടി ഇതിൽ നിന്ന് വ്യക്തം. അവരുടെ സമ്പ്രദായം വൈഷ്ണവ സമ്പ്രദായമാണ്. വിഷ്ണുവിനെ തന്നെയാണ് അവര് നാമങ്ങളെ കൊണ്ട് വിളിക്കുന്നത്. ഇനിയും വിഷ്ണുവിന്റെ നാമങ്ങൾ ചൊല്ലി വീണ്ടും അവര് ന്യാസാദികൾ ചെയ്യുന്നു. കവചമന്ത്രം, ഇതാണ് ബാലരക്ഷാ മന്ത്രം എന്ന് പറയുന്ന കവചം. ഈ 22-ാം ശ്ലോകം മുതൽക്ക് ആരംഭിക്കുന്നു ബാലരക്ഷാ മന്ത്രം. മറ്റത് ഇതുവരെ പറഞ്ഞതെല്ലാം അതിന്റെ പൂർവാംഗങ്ങളാണ്. മെയിൻ ആയിട്ടുള്ള മന്ത്രം ഇത് ആരംഭിക്കുന്നു 22-ാം ശ്ലോകം മുതൽക്ക്. അവ്യാദജോംഗ്രിമണിമാംസ്തവ ജന്മധോരു യജ്ഞോച്യുതക്കടിതടം ജഡരം ഹയാസ്യഃ ഹൃത്കേശവസ്തുദുരൈശയിനസ്തു കണ്ഠം വിഷ്ണുർഭുജം മുഖമുരുക്രമയീശ്വരകം ചക്രഗ്രദഃ സഹഗതോ ഹരിരസ്തു പശ്ചാത് ത്വൽപാർശ്വയോർധനുരസീമദുഹാജനശ്ച കോണേഷു ശങ്ക ഉരുഗായ ഉപര്യുപേന്ദ്രഃ താർക്ഷ്യക്ഷിതൗ ഹലധര പുരുഷഃ സമന്താത് ഇന്ദ്രിയാണി ഋഷീകേശഃ പ്രാണാന്നാരായണോവതു ശ്വേതദ്വീപപതിശ്ചിത്തം മനോ യോഗേശ്വരോവതു പ്രശ്നിഗർഭസ്തു തേ ബുദ്ധിം ആത്മാനം ഭഗവാൻ പരഃ ക്രീഡന്തം പാതു ഗോവിന്ദഃ ശയാനം പാതു മാധവഃ വ്രജന്തമവ്യാത് വൈകുണ്ഠഃ ആസീനം ത്വാം ശ്രിയഃ പതിഃ ഭുഞ്ജാനം യജ്ഞഭുക് പാതു സർവഗ്രഹഭയങ്കരഃ ഡാഗിന്യോ യാതുധാന്യശ്ച കൂഷ്മാണ്ഡായേർഭഗഗ്രഹാഃ ഭൂതപ്രേതപിശാചാശ്ച യക്ഷരക്ഷോ വിനായകാഃ കോടരാരേവതീ ജ്യേഷ്ഠാ പൂതനാ മാതൃകാദയഃ ഉന്മാദായേ ഹ്യപസ്മാരാ ദേഹപ്രാണേന്ദ്രിയദ്രുഹഃ സ്വപ്നദൃഷ്ടാ മഹോൽപാദാ വൃദ്ധബാലഗ്രഹാശ്ച യേ സർവേ നശ്യന്തു തേ വിഷ്ണോഃ നാമഗ്രഹണഭീരവഃ. ഇതുവരെയുള്ളതാണ് 22-ാം ശ്ലോകം മുതൽ 29 വരെയുള്ളതായിട്ടുള്ള 8 ശ്ലോകങ്ങളാണ് രക്ഷാമന്ത്രം, ബാലരക്ഷാമന്ത്രം അഥവാ കവചമന്ത്രം. അപ്പോ ഏതൊക്കെ നാമങ്ങളെ കൊണ്ട് ഏതേത് അവയവങ്ങളെ അല്ലെങ്കിൽ ഏതേത് സ്ഥാനങ്ങളെ രക്ഷിക്കാനാണ് ഇവിടെ പ്രാർത്ഥന? നമുക്ക് ഓരോ ശ്ലോകമായിട്ട് നോക്കാം. അവ്യാദജോംഗ്രിം അണിമാൻ തവ ജാന്മദോരു യജ്ഞോച്യുത കടിതടം ജഡരം ഹയാസ്യഃ ഹൃത്കേശവസ്തുദുരൈശയിനസ്തു കണ്ഠം വിഷ്ണുർഭുജം മുഖമുരുക്രമയീശ്വരകം. അവ്യാത് അജഹ അംഗ്രിം ആദ്യത്തെ പ്രാർത്ഥനയാണ്.
അവ്യാത് അജഹ അംഗ്രിം. അപ്പൊ അജഹ എന്നുള്ളതാണ് ഭഗവാന്റെ നാമം ഇവിടെ. അജഹ ജനനരഹിതനായിരിക്കുന്നവൻ, ജന്മാതിഹീനനായിരിക്കുന്ന ഭഗവാൻ. തവ എന്ന് ഇടയിൽ പറയുന്നുണ്ട്. തവ എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണിയുടെ അർത്ഥത്തിലാണ്. കൃഷ്ണന്റെ ഭഗവാനെ മടിയിൽ വെച്ചിട്ടാണ് ഇവർ ജപിക്കുന്നത്. അപ്പൊ തവ അംഗ്രിം അവ്യാത്. അവ്യാത് എന്ന് പറഞ്ഞാൽ അവനം ചെയ്യട്ടെ, രക്ഷിക്കട്ടെ. ആര് രക്ഷിക്കട്ടെ? അജഹ രക്ഷിക്കട്ടെ. എന്തിനെ രക്ഷിക്കട്ടെ? അംഗ്രിം. അംഗ്രി എന്ന് പറഞ്ഞാൽ പാദം. അപ്പോ ഈ ഉണ്ണിയുടെ കാലുകളെ സ്പർശിച്ചുകൊണ്ടോ അതിനെ സങ്കല്പിച്ചുകൊണ്ടോ പറയണ ഈ പാദങ്ങളെ അജൻ രക്ഷിക്കട്ടെ. അവ്യാത് അജോ അംഗ്രിം. അണിമാൻ തവ ജാനു. അണിമാൻ തവ ജാനു. ജാനു എന്നുള്ള രണ്ട് കാൽമുട്ടുകളെ അണിമാൻ രക്ഷിക്കട്ടെ. അണിമാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മരൂപിയായിരിക്കുന്നവൻ, അറിയാൻ കഴിയാത്തവൻ, അപ്രമേയൻ എന്നൊക്കെ അർത്ഥമാണ് അണിമാൻ എന്നത്. അണിമ എന്ന് കേട്ടിട്ടുണ്ടല്ലോ സിദ്ധികളിൽ, അല്ലെ? എന്താണ്? സൂക്ഷ്മഭാവമാണ് അണിമ. അണുപോലെയുള്ള ഭാവം, ചെറുതാവുക, ഏറ്റവും സൂക്ഷ്മമാവുക. അപ്പോ അറിയാൻ കഴിയാത്തത് സൂക്ഷ്മരൂപിയായിരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമാണ്. തവ ജാനു, നിന്റെ രണ്ട് ജാനുക്കളെ അണിമാൻ രക്ഷിക്കട്ടെ. അവ്യാത്. ഈ അവ്യാത് എന്നുള്ളതും തവ എന്നുള്ളതും എല്ലായിടത്തേക്കും എടുക്കാം. അതുപോലെ അത ഊരു യജ്ഞ. അത ഊരു, രണ്ട് തുളകളെ. യജ്ഞ അവ്യാത്. യജ്ഞൻ എന്ന ഭഗവാൻ രക്ഷിക്കട്ടെ. സകലരുടെയും സകല കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്ന യജ്ഞസ്വരൂപനായ ഭഗവാൻ രക്ഷിക്കട്ടെ. അച്യുത കടിതടം. അച്യുത കടിതടം. ചുതിയില്ലാത്തവൻ, നാശരഹിതനായിരിക്കുന്നവൻ നിന്റെ കടിതടത്തെ, നിന്റെ അരക്കെട്ടിനെ രക്ഷിക്കട്ടെ. ജഡരം ഹയാസ്യ. ഹയാസ്യ ഹയഗ്രീവ. കുതിരയുടെ കഴുത്തും മുഖവുമുള്ളവൻ. ആ ഭഗവാന്റെ അവതാരമാണ് ഹയാസ്യ. അപ്പൊ ഹയഗ്രീവൻ എന്ന ഭഗവാന്റെ അവതാരം ജഡരം അവ്യാത്. വയറിനെ, ഉദരത്തെ രക്ഷിക്കട്ടെ. ജഡരം അവ്യാത്. ഹൃത് കേശവ. ഹൃത്, ഹൃദയത്തെ കേശവൻ രക്ഷിക്കട്ടെ. കേശവൻ എന്ന കേശിയെ വധിച്ചവനെന്നും ബ്രഹ്മാവിനും ഈശനും രണ്ടുപേർക്കും അധീശനായിരിക്കുന്നവനെന്നും പ്രളയകാലത്ത് ജലത്തിൽ ശയിക്കുന്നവൻ ആദികേശവനെന്നും എല്ലാം അർത്ഥമാണ് കേശവ. ആ കേശവൻ ഹൃദയത്തെ രക്ഷിക്കട്ടെ. ത്വദ് ഉര ഈശഃ. ത്വദ് ഉരഃ. ത്വദുരഃ ത്വദീയം ഉരഃ. നിന്റെ ഉരസ്സിനെ, നിന്റെ മാറിടത്തെ ഈശഃ അവ്യാത്. ഈശൻ രക്ഷിക്കട്ടെ. ഈശൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനായ സർവശക്തനായ ഭഗവാൻ രക്ഷിക്കട്ടെ. ഇനഹ തൂ കണ്ഠം. കണ്ഠം കഴുത്ത്. കഴുത്തിനെ ഇനഹ അവ്യാത്. ഇനഹ എന്നുള്ളത് ഭഗവാന്റെ ഒരു പേരാണ്. സൂര്യനിൽ, സൂര്യമണ്ഡലത്തിൽ ഭഗവാന്റെ സാന്നിധ്യം നാരായണനായിട്ട്, സൂര്യനാരായണൻ എന്ന് പറഞ്ഞ് നമ്മൾ ആരാധിക്കുന്നു. ആ സൂര്യനിലെ ചൈതന്യമായിരിക്കുന്ന സൂര്യനാരായണനെയാണ് ഇനഹ എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സൂര്യനെ പ്രകാശിപ്പിക്കുന്ന ആ സൂര്യനാരായണൻ നിന്റെ കണ്ഠത്തെ രക്ഷിക്കട്ടെ. വിഷ്ണുരു ഭുജം. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷ്ണു നിന്റെ കൈകളെ രക്ഷിക്കട്ടെ. മുഖം ഉരുക്രമ. നിന്റെ വായിനെ അല്ലെങ്കിൽ നിന്റെ മുഖത്തിനെ ആ ഉരുക്രമൻ, ത്രിവിക്രമനായിരിക്കുന്ന ഭഗവാൻ രക്ഷിക്കട്ടെ. ഈശ്വര കം. കം എന്നാൽ ശിരസ്. കമ്മിനെ ധരിക്കുന്നത് കൊണ്ട് കഴുത്തിന കന്ദരം എന്ന് പറയുന്നത്. ഇത് കമ്മ, ഇത് ധരിക്കുന്നത് കന്ദരം. അപ്പൊ ഈശ്വര കം. ഈശ്വരൻ ശിരസിനെ രക്ഷിക്കട്ടെ. അപ്പൊ അങ്ങനെ ഭഗവാന്റെ വിവിധ നാമങ്ങളെ പറഞ്ഞുകൊണ്ട് വിവിധ അവയവങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പാദം മുതൽക്ക് ശിരസ് വരെ എത്തിപ്പോ. കേശാദിപാദം. അംഗ്രി മുതൽക്ക് കം വരെ എത്തിയില്ലേ? അപ്പൊ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഭഗവാന്റെ ഇന്ന പേര് പറഞ്ഞുകൊണ്ട് ആ ഭഗവാൻ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവ്യാതജോംഗ്രിം അണിമാൻ തവ ജന്മധോരോ യജ്ഞോച്യുത കടിതടം ജഡരം ഹയാസ്യ ഹൃക്കേശവസ്ത്വതുരയേശയിനസ്തു കണ്ഠം
വിഷ്ണുർഭുജം മുഖമുരുക്രമ ഈശ്വരകം ചക്രഗ്രത സഹഗതോ ഹരിരസ്തു പശ്ചാത് ത്വൽപാർശ്വയോർധനുരസീ മധുഭാജനശ്ച കോണേഷു ശങ്ക ഉരുഗായ ഉപര്യുപേന്ദ്രഃ താർക്ഷ്യക്ഷിതൗ ഹലധര പുരുഷഃ സമന്താത് ചക്രഗ്രത സഹഗതോ ഹരിരസ്തു പശ്ചാത് ത്വൽപാർശ്വയോർധനുരസീ മധുഭാജനശ്ച കോണേഷു ശങ്ക ഉരുഗായ ഉപര്യുപേന്ദ്രഃ താർക്ഷ്യക്ഷിതൗ ഹലധര പുരുഷഃ സമന്താത്. അപ്പോ ഇനി ശരീരാവയവങ്ങളെ പറഞ്ഞു, ഇനി ചുറ്റുപാടുകളെ പറയണം. 8 ദിക്കുകളും മുകളിലും താഴെയും ഒക്കെ ഉള്ളതായിട്ടുള്ള 10 ദിക്കുകളെ പറയുന്നതാണ് ഈ ശ്ലോകം. ബഹിർഭാഗത്ത്, മറ്റത് ശരീരത്തിൽ തന്നെ അവയവങ്ങളെ, അംഗങ്ങളെ അംഗം പ്രതി ഭഗവാന്റെ ഇന്ന നാമങ്ങൾ കൊണ്ട് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി പുറത്ത് ബാഹ്യമായിട്ടുള്ള ചുറ്റുപാടുകളിൽ ഭഗവാൻ ഏതേത് ഭാവങ്ങളിൽ നമ്മളെ രക്ഷിക്കണം, കുട്ടികളെ രക്ഷിക്കണം. ചക്രീ അഗ്രത, അഗ്രത ചക്രീ അവ്യാത്. അഗ്രത എന്ന് പറഞ്ഞാൽ മുൻവശത്ത്, കിഴക്ക് ഭാഗം എന്നും അർത്ഥം, മുൻവശം എന്നും അർത്ഥം. കിഴക്ക് നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും ദിക്ക് നിർണയിക്കാൻ നിൽക്കേണ്ടത്. അപ്പോ ആ മുൻവശം അഥവാ കിഴക്ക് ഭാഗം ചക്രീ, ചക്രധാരിയായ സുദർശനധാരിയായ ഭഗവാൻ രക്ഷിക്കട്ടെ. സഹഗത ഹരിഹി അസ്തു പശ്ചാത്. അഗ്രം പറഞ്ഞപ്പോ പശ്ചാത്, പശ്ചാത് പിൻവശം പടിഞ്ഞാറ് ഭാഗം എന്നും അർത്ഥം. അപ്പൊ പടിഞ്ഞാറ് ഭാഗം ഹരിഹി, എങ്ങനെയുള്ള ഹരി? സഹഗത, ഗതയോടുകൂടിയവനായ ഹരി. അപ്പൊ ഗതാധരനായ ഹരി എന്താ പറയുക, പിൻവശത്തെ പശ്ചാത് ഭാഗത്തെ രക്ഷിക്കട്ടെ, പടിഞ്ഞാറ് ഭാഗത്തെ രക്ഷിക്കട്ടെ. ത്വൽ പാർശ്വയോർധനുരസീ മധുഹാജനശ്ച. ത്വൽ പാർശ്വയോഹ, നിന്റെ 2 പാർശ്വങ്ങൾ. പാർശ്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടതും വലതും അല്ലേ? അപ്പൊ ഒരു ഭാഗത്ത്, വലതുഭാഗത്ത് ധനുസ് ധരിച്ചു നിൽക്കുന്ന മധു, മധുവിനെ ഹനിച്ച മധുഹ, അതാണ് മധുഹ. അജനഹ ച 2 പേരുണ്ട് അവിടെ. ത്വൽ പാർശ്വയോർ ധനുരസി മധുഹ അജനശ്ച. അവിടെ ധനുർധരിച്ച മധുഹാവും അസീധരിച്ച അജനൻ എന്ന് പറഞ്ഞ ഭഗവാനെ എടുത്തു പറഞ്ഞാണ് 2 പാർശ്വങ്ങൾ. അപ്പോ ഒരു പാർശ്വത്തിൽ, അത് വലതുഭാഗത്ത് ദക്ഷിണ പാർശ്വത്തിൽ മധുഹന്താവായ മധുസൂദനനായ ഭഗവാൻ വില്ലും ധരിച്ച് രക്ഷിക്കട്ടെ. ഇടതുപാർശ്വത്തിൽ അസി ധരിച്ച വാൾ ധരിച്ചവനായ അജനൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭഗവാൻ രക്ഷിക്കട്ടെ. ജന്മാതിഹീനനായ, സംസാരമില്ലാത്തവനായ, അപ്രാകൃത പുരുഷനായ ഭഗവാൻ, സ്വതന്ത്രനായ ഭഗവാൻ നമ്മുടെ ഇടതുവശം രക്ഷിക്കട്ടെ. കുട്ടികളുടെയും നമ്മുടെയൊക്കെ ഇടതുവശം രക്ഷിക്കട്ടെ. മധുഹ അജനഹ ധനുരസി ധരിച്ചുകൊണ്ട് പാർശ്വയോഹോ അവ്യാത്. അവ്യാത് അവ്യാതാം 2 പേരെ എടുത്തു പറഞ്ഞാൽ 2 പേരും രക്ഷിക്കട്ടെ. കോണേഷു ശങ്ക ഉരുഗായ ഉപരി ഉപേന്ദ്ര. കോണേഷു എന്നിപ്പോ ഇപ്പൊ 4 ദിക്കുകളാണ് ആദ്യം പറഞ്ഞത് അല്ലെ? മുമ്പിൽ, പിന്നിൽ, 2 വശങ്ങളിൽ എന്ന് പറയുന്നതിലൂടെ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി കോണേഷു, കോണങ്ങളില് ഏതൊക്കെ കോണങ്ങളാണ്? കിഴക്ക് തെക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, ഇങ്ങനെയുള്ള 4 മൂലകൾ. അത് 4 കോണുകളിൽ ശങ്കധരനായിട്ടുള്ള ഉരുഗായൻ രക്ഷിക്കട്ടെ. ഇതാണ് കോണേഷു ഉരുഗായ ശങ്ക. ശങ്കധര ഉരുഗായ, ശങ്കം ധരിച്ചിരിക്കുന്ന ഉരുഗായൻ എന്ന പേരിൽ അറിയപ്പെടുന്ന. ഉരുഗായൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കീർത്തിയുള്ളവൻ, നന്നായി കീർത്തിക്കപ്പെടേണ്ടവൻ. ഉരു ബഹു, നന്നായി കീർത്തിക്കപ്പെടേണ്ടവനായ ഭഗവാൻ, എല്ലാ ദിക്കുകളിലും കീർത്തി കേട്ടവനാണ് ഭഗവാൻ. അവൻ 4 കോണുകളിലും നിന്നെ രക്ഷിക്കട്ടെ. ഉരുഗായ ശങ്ക കോണേഷു. ഉപരി ഉപേന്ദ്ര, ഉപരിഭാഗത്ത്, മുകൾ ഭാഗത്ത് ഉപേന്ദ്രൻ വാമനൻ രക്ഷിക്കട്ടെ. എല്ലാ ദിക്കുകളിലും അളന്നവനായിട്ടുള്ള ആ വാമനൻ. താർക്ഷ്യ ക്ഷിതൗ, ക്ഷിതൗ ഭൂമിയില് ഗരുഡാരൂഢനായിട്ടുള്ള ഭഗവാൻ. താർക്ഷ്യൻ
താക്ഷ്യന്റെ പുറത്തിരിക്കുന്ന ഗരുഡന്റെ പുറത്തിരിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ. ഇനി ഹലധരഹ പുരുഷ സമന്താത്, ഭൂമിയുടെ കീഴ്ഭാഗത്ത് ഹലധരഹ, ഇനി പുരുഷ സമന്താത്, പുരുഷൻ എല്ലാ ഭാഗത്തും എല്ലാ ചരാചരങ്ങളിൽ നിന്നും. അപ്പൊ ഹലധരഹ ഭൂമിയുടെ അധോഭാഗത്തും, ഇവിടെ ക്ഷിതൗ എന്നുള്ളതിനെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എടുക്കാം. ക്ഷിതൗ താർക്ഷ്യ, ക്ഷിതൗ ഹലധരഹ. ക്ഷിതിയുടെ മുകൾ ഭാഗത്ത് താർക്ഷ്യനും താഴെ ഹലധരനായിട്ടുള്ള ഭഗവാനും. സംഘർഷണമൂർത്തിയാണല്ലോ ഹലധരൻ, ഭൂമിയെ താങ്ങി നിർത്തുന്നവൻ. അപ്പൊ അതോ ഭാഗത്ത്. പിന്നെ സമന്താത് പുരുഷ, എല്ലായിടത്തും പൂർണ്ണനായിരിക്കുന്ന വ്യാപിച്ചിരിക്കുന്ന പുരുഷൻ നാല് ഭാഗത്ത് എല്ലാ ഭാഗത്തുമായിട്ട് എല്ലാ ചരാചരങ്ങളിൽ നിന്നും എപ്പോഴും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥന. അപ്പൊ ചുറ്റുപാടുള്ള ദിക്കുകൾ മുകളിൽ താഴെ എല്ലാ ഭാഗത്തും. ചക്രഗ്രതസഹഗതോ ഹരിരസ്തു പശ്ചാത് ത്വൽപാർശ്വയോർധനുരസീ മധുഭാജനശ്ച കോണേഷു ശങ്ക ഉരുഗായ ഉപര്യുപേന്ദ്ര താർക്ഷ്യ ക്ഷിതൗ ഹലധര പുരുഷ സമന്താത്. ഇന്ദ്രിയാണി ഹൃഷീകേശ പ്രാണാൻ നാരായണോവതു സ്വേദദ്വീപപതിശ്ചിത്തം മനോ യോഗേശ്വരോവതു. ഇന്ദ്രിയാണി ഋഷീകേശ. ഇനിയപ്പോ ഇന്ദ്രിയങ്ങളെ അല്ലെങ്കിൽ ശരീരത്തിൽ തന്നെയുള്ള മറ്റ് പറയാതെ വിട്ടിട്ടുള്ള അംഗങ്ങളെയും എന്താ പറയുക, അന്ധക്കരണത്തെയും ഒക്കെ എടുത്തു പറയുകയാണ്. അന്ധക്കരണത്തെ പറയുന്നുണ്ട്, അതുപോലെ പ്രാണനെ പറയുന്നുണ്ട് അല്ലെ. ആദ്യം ഇന്ദ്രിയങ്ങൾ, പിന്നെ പ്രാണൻ, പിന്നെ ചിത്തം, പിന്നെ മനസ്സ്, പിന്നെ ബുദ്ധി, പിന്നെ ആത്മാനം എന്നുള്ളത് അഹങ്കാരത്തെയാണ്. അപ്പൊ ഇങ്ങനെ അന്ധക്കരണത്തെയും എടുത്തു പറയുന്നു. അപ്പൊ ഇന്ദ്രിയാണ് ഋഷികേശ, ഇന്ദ്രിയങ്ങളെ ഋഷികേശൻ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് ഋഷികേശൻ, ഇന്ദ്രിയാധീശൻ. ആ ഇന്ദ്രിയാധീശൻ തന്നെ എന്റെ 10 ഇന്ദ്രിയങ്ങളെയും ഭരിക്കട്ടെ, ധരിക്കട്ടെ, അല്ലെങ്കിൽ രക്ഷിക്കട്ടെ. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, അതിനെ ഋഷികേശൻ രക്ഷിക്കട്ടെ. പ്രാണാൻ നാരായണോ അവതു, വെള്ളത്തിൽ കിടക്കുന്നവൻ പ്രാണങ്ങളെ രക്ഷിക്കട്ടെ. കാരണം പ്രാണശക്തിക്ക് ഏറ്റവും പ്രധാനം വെള്ളമാണ്. അപ്പോ വെള്ളത്തിൽ കിടക്കുന്ന നാരായണൻ തന്നെ വേണം നമുക്ക് പ്രാണശക്തി നൽകി നമ്മളെ രക്ഷിക്കാൻ. അപ്പൊ നമ്മുടെ പ്രാണങ്ങളെ ഊർജസ്വലമാക്കി രക്ഷിക്കേണ്ടത് നാരായണനാവട്ടെ. നാരായണോ അവതു. ശ്വേതദ്വീപപതി ചിത്തം, ശ്വേതദ്വീപപതി, ആ ശ്വേതദ്വീപിൽ വസിക്കുന്നതായിട്ടുള്ള ഭഗവാൻ, ആ വെളുത്ത ഭാവത്തോടു കൂടിയതായിട്ടുള്ള വാസുദേവൻ നമ്മുടെ ചിത്തത്തെ രക്ഷിക്കട്ടെ. ചിത്തത്തിന്റെ അധിഷ്ഠാന ദേവത വാസുദേവനാണ്. അപ്പൊ ശ്വേതദ്വീപപതിയായ വാസുദേവൻ ചിത്തത്തെ രക്ഷിക്കട്ടെ. മനോ യോഗേശ്വരോ അവതു, യോഗേശ്വരനായ ഭഗവാൻ എല്ലാ യോഗങ്ങളുടെയും ഫലത്തെ നൽകുന്ന, എല്ലാ യോഗങ്ങളുടെയും ആചാര്യനുമായിരിക്കുന്ന, ഉപദേഷ്ടാവുമായിരിക്കുന്ന ഭഗവാൻ നമ്മുടെ മനസ്സിനെ യോഗത്തിൽ നിർത്തട്ടെ. അല്ലെ, യോഗേശ്വരൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഈശ്വരനോട് ചേർന്ന് നിൽക്കണം. അതാണ് യോഗം. നിൽക്കേണ്ടടത്ത് നിൽക്കണം മനസ്സ്, ഈശ്വരനിൽ ചേർന്നിരിക്കണം. അപ്പൊ യോഗേശ്വരൻ നമ്മുടെ മനസ്സിനെ രക്ഷിക്കട്ടെ. പൃശ്നിഗർഭസ്തുതേ ബുദ്ധിം ആത്മാനം ഭഗവാൻ പരഃ ക്രീഡന്തം പാതു ഗോവിന്ദഃ ശയാനം പാതു മാധവഃ. പൃശ്നിഗർഭസ്തുതേ ബുദ്ധിം, പൃശ്നിഗർഭൻ ഭഗവാന്റെ പൂർവാവതാരമാണ് അല്ലേ. ഭഗവാൻ തന്നെ പറഞ്ഞു, വസുദേവരും ദേവകിയും പണ്ട് പൃശ്നിയും സുതപസ്സുമായിരുന്നു. അപ്പൊ അവിടുത്തെ ഭഗവാന്റെ പേരാണ് പൃശ്നിഗർഭൻ. ആ പൃശ്നിഗർഭൻ എന്ന പേരിലുള്ള ഭഗവാൻ ബുദ്ധിയെ രക്ഷിക്കട്ടെ. ആത്മാനം ഭഗവാൻ പരഃ, പരഃ ഭഗവാൻ ശ്രേഷ്ഠനായ ഭഗവാൻ. ആത്മാനം, ആത്മാനം എന്ന് പറഞ്ഞാൽ ഇവിടെ അഹങ്കാരം, അഹങ്കാര തത്വത്തെ രക്ഷിക്കട്ടെ. അഹങ്കാരം എന്നുള്ള നമ്മുടെ ആ ഒരു കർത്തൃത്വ ഭാവമുണ്ടല്ലോ, അതിനെ ഭഗവാൻ രക്ഷിക്കട്ടെ. ക്രീഡന്തം പാതു ഗോവിന്ദഃ, നമ്മൾ ക്രീഡിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കളിക്കുന്ന സ്ഥലത്തൊക്കെ പശുക്കളുടെ ഇടയിൽ കളിക്കുന്നവനായ ഗോവിന്ദൻ രക്ഷിക്കട്ടെ. ശയാനം പാതു മാധവഃ, ആ ലക്ഷ്മീപതി മാധവൻ അല്ലെ, ലക്ഷ്മിയാൽ ലാളിക്കപ്പെടുന്ന, പാദ ശുശ്രൂഷ ചെയ്യപ്പെടുന്ന മാധവൻ ശയിക്കുമ്പോ, ഉറങ്ങുമ്പോ, കിടക്കുമ്പോ ഒക്കെ നമ്മളെ രക്ഷിക്കട്ടെ. മാധവൻ ശയിക്കുമ്പോ രക്ഷിക്കട്ടെ.
വ്രജന്തമവ്യാദ് വൈകുണ്ഠഃ ആസീനം ത്വാം ശ്രിയഃ പതിഃ ഭുഞ്ജാനം യജ്ഞഭുക്പാതു സർവഗ്രഹഭയങ്കരഃ. വ്രജന്തമവ്യാദ് വൈകുണ്ഠഃ ആസീനം ത്വാം ശ്രിയഃ പതിഃ ഭുഞ്ജാനം യജ്ഞഭുക്പാതു സർവഗ്രഹഭയങ്കരഃ. വ്രജന്തം എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നവനെ, സഞ്ചരിക്കുന്ന നിന്നെ വൈകുണ്ഠഃ അവ്യാദ്, ആ വൈകുണ്ഠൻ ഒരു കുണ്ഠതകളുമില്ലാതെ രക്ഷിക്കട്ടെ, യാതൊരു ആപത്തും കൂടാതെ രക്ഷിക്കട്ടെ. ആസീനം ത്വാം ശ്രിയഃ പതിഃ, ഇരിക്കുന്നതായിട്ടുള്ള നിന്നെ, ആസീനൻ ഇരിക്കുന്നവൻ, ശ്രിയഃ പതി ലക്ഷ്മീപതിയായ ഭഗവാൻ തന്നെ രക്ഷിക്കട്ടെ. ഭുഞ്ജാനം യജ്ഞഭുക്പാതു സർവഗ്രഹ ഭയങ്കരഃ. ഭുഞ്ജാനം ഭുജിക്കുന്നവനെ, ഭക്ഷണം കഴിക്കുന്നവനായിട്ടുള്ള നിന്നെ സർവഗ്രഹ ഭയങ്കരഃ, എല്ലാ ഗ്രഹങ്ങൾക്കും ഭയങ്കരനായിട്ടുള്ള, സർവബാധകളെയും ഭയപ്പെടുത്തി ഓടിക്കുന്ന ആ സർവഗ്രഹ ഭയങ്കരനായിട്ടുള്ള യജ്ഞഭുക്ക്, ഏത് ഭക്ഷണം കഴിച്ചാലും ദഹിപ്പിക്കാൻ കഴിവുള്ളവനാണ് യജ്ഞഭുക്കായ ഭഗവാൻ. ആ യജ്ഞഭുക്കായിട്ടുള്ള ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ, നിന്നെ രക്ഷിക്കട്ടെ. അപ്പൊ നീ കഴിക്കുന്നതെന്തും ആ അഗ്നിയിൽ ഹോമിക്കുന്നതെല്ലാം ദഹിച്ചു പോകുന്നത് പോലെ നിന്നിൽ ദഹിച്ചു പോകട്ടെ എന്ന് താല്പര്യം. യജ്ഞഭുക്കായിട്ടുള്ള ഭഗവാൻ എന്നെ ഭുജിക്കുമ്പോൾ രക്ഷിക്കട്ടെ. ഡാഗിന്യോ യാതുധാന്യശ്ച കൂഷ്മാണ്ഡായേ അർഭകഗ്രഹാഃ ഭൂതപ്രേതപിശാചാശ്ച യക്ഷരക്ഷോ വിനായകാഃ കോടരാ രേവതി ജ്യേഷ്ഠാ പൂതനാ മാതൃകാദയഃ ഉന്മാദായേ ഹ്യപസ്മാരാ ദേഹപ്രാണേന്ദ്രിയദ്രുഹഃ സ്വപ്നദൃഷ്ടാ മഹോൽപാദാ വൃദ്ധബാലഗ്രഹാശ്ച യേ സർവേ നശ്യന്തു തേ വിഷ്ണോഃ നാമഗ്രഹണഭീരവഃ. പ്രകൃതിയിലുള്ള ദുഷ്ടശക്തികളാണതെല്ലാം. അന്തരീക്ഷത്തിലൊക്കെ നമുക്ക് പലതരത്തിലുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന നെഗറ്റീവ് എനർജികൾ, ഭൂതപ്രേത പിശാചുക്കളുടെ വകുപ്പിൽപ്പെട്ടതാണ് ഡാകിനികൾ, യാതുദാനികൾ. ഈ ഡാകിനികളിലൊക്കെ നല്ലതും ചീത്തയൊക്കെ ഉണ്ട്, എല്ലാ വിഭാഗത്തിലും നല്ലതും ചീത്തയൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ ഘോരകളായിരിക്കുന്ന ഡാകിനികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡാകിനികൾ എന്ന് പറയുന്നതായിട്ടുള്ള പ്രസിദ്ധ ഗണങ്ങൾ, അതുപോലെ യാതുദാനികൾ, രാക്ഷസ സ്ത്രീകൾ തന്നെയാണ് യാതുദാനികൾ. കൂഷ്മാണ്ഡാഹ, കൂഷ്മാണ്ഡങ്ങൾ എന്നറിയപ്പെടുന്നതായിട്ടുള്ള ആ ഭാവങ്ങൾ രുദ്രഗണത്തിലെ പ്രസിദ്ധങ്ങളാണ് കൂഷ്മാണ്ഡങ്ങൾ. അർഭകഗ്രഹാഹ, അർഭകഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെയൊക്കെ ബാധിക്കുന്നവർ, കുട്ടികളെ പിടിക്കുന്നവർ. ഇനി അർഭകഭാവത്തിലുള്ള ഗ്രഹങ്ങളും ഉണ്ട്. ഈ കുട്ടികളെ പോലെയുള്ള ഗ്രഹങ്ങൾ, നമ്മളെ പിടിക്കാൻ നടക്കുന്ന, കുട്ടികളെ പിടിക്കാൻ നടക്കുന്ന ഒരു ഭാവത്തിലുള്ള ഗ്രഹങ്ങൾ, അവരും അർഭക ഗ്രഹങ്ങളാണ്. കുട്ടികളെ ഉപദ്രവിക്കുന്നവരും അർഭക ഗ്രഹങ്ങളാണ്. അതുപോലെ ഭൂത പ്രേത പിശാചാശ്ച, ഭൂതങ്ങളും പ്രേതങ്ങളും പിശാചുക്കളും. യക്ഷ രക്ഷോ വിനായകാഹ, യക്ഷന്മാര്, രക്ഷസുകള്, വിനായകന്മാർന്ന വിഘ്നമുണ്ടാക്കുന്നതായിട്ടുള്ള ശക്തികള്, നെഗറ്റീവായിട്ടുള്ള ശക്തികള്. കോടര രേവതി ജ്യേഷ്ഠ പൂതന മാതൃകാദയ, ഇതൊക്കെ ഭൂതപ്രേത പിശാചുക്കളുടെ വിവിധ ഭാവങ്ങളാണ്. അപ്പൊ കോടര, രേവതി, ജ്യേഷ്ഠ, പൂതന എന്നൊക്കെ പേരുകള്. പൂതനയെ അടക്കം ഇവര് പണ്ടേ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആ പൂതനയാണ് മരിച്ചതെന്ന് ഇവര് അറിഞ്ഞിട്ടില്ല, അല്ലെ? ഇവര് ഏതൊരു പൂതനയെ കുറിച്ച് പണ്ടേ പഠിച്ചു വെച്ചിട്ടുണ്ടോ, മുത്തശ്ശിമാര് പറഞ്ഞു കൊടുത്ത് ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ പൂതനയുടെ പേര് ഇവര് പറഞ്ഞു. അവരെപ്പോഴും ആ പൂതനയെ കുറിച്ച് മന്ത്രങ്ങൾ ചൊല്ലുന്നത് കൊണ്ടാണ് ആ പൂതനയ്ക്ക് ഇവിടെ വന്ന് ഇവരെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നതും. അപ്പൊ പൂതന എന്നുള്ള പേര് ഇവര് ഉച്ചരിക്കുന്നുണ്ട്. ആ പൂതനയാണ് ഈ മരിച്ചു കിടക്കുന്നത് എന്ന് പാവം ഇവർക്ക് അറിയും തോന്നുന്നില്ല. അതുപോലെ മാതൃകാദയ, പലതരത്തിലുള്ള മാതൃഭാവത്തിലുള്ളതായിട്ടുള്ള ഭൂതപ്രേതങ്ങള്. ഉന്മാദാഹ ഏഹി അപസ്മാരാഹ, ഉന്മാദഭൂതങ്ങൾ, അപസ്മാരഭാവങ്ങൾ. ദേഹ പ്രാണ ഇന്ദ്രിയ ദ്രുഹ, മനുഷ്യരുടെ ദേഹങ്ങളെയും പ്രാണനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ ദ്രോഹിക്കുന്നവരായിട്ടുള്ള പലതരത്തിലുള്ള ബാധകള്. സ്വപ്നദൃഷ്ട മഹോൽപാദാഹ, സ്വപ്നത്തിൽ കാണപ്പെടുന്നതായിട്ടുള്ള ഭയങ്കര ഭാവങ്ങള്, മഹാ ഉൽപാദങ്ങള്, ദുർനിമിത്തങ്ങള്, വലിയ അപശകുനങ്ങള്, അതുപോലെയുള്ളതായിട്ടുള്ള അപകടങ്ങള്. അതുപോലെ ധൂമകേതുക്കളൊക്കെ ഉൽപാദങ്ങളാണ്. പലതരത്തിലുള്ള അല്ലെ പ്രകൃതിയിൽ ഉണ്ടാവുന്നതായിട്ടുള്ള ധൂമകേതുക്കൾ മുതലായ ഉൽപാദങ്ങൾ. വൃദ്ധ ബാല ഗ്രഹാശ്ച,
വൃദ്ധന്മാരെയും ബാലന്മാരെയും ഒക്കെ ഗ്രഹിക്കുന്നതായിട്ടുള്ള ഇതുപോലെയുള്ള ഭൂതപ്രേതങ്ങൾ സർവേ നശ്യന്തു തേ വിഷ്ണോഹോ നാമഗ്രഹണ ഭീരവഃ. അപ്പൊ വിഷ്ണുവിന്റെ നാമഗ്രഹണം കൊണ്ട് നാമം കേൾക്കുമ്പോ തന്നെ ഭീരുക്കളായിട്ട് പേടിച്ചോടുന്നവരാണ്, അകലേക്ക് പോകുന്നവരാണ്. വന്നാലോ നശിക്കും. അപ്പോ അങ്ങനെയുള്ള സർവേ നശ്യന്തു, ഇവരെല്ലാം നശിച്ചു പോകട്ടെ എന്ന് ഈ അമ്മമാര് ഗോപികമാരെല്ലാവരും, രോഹിണി, യശോദ എല്ലാവരും കൂടെ ഈ ഉണ്ണിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, രക്ഷാമന്ത്രം ചൊല്ലി. അപ്പൊ ഈ രക്ഷാമന്ത്രം നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. കുട്ടികളുള്ള വീടുകളിൽ പ്രത്യേകിച്ച് ചൊല്ലേണ്ടതാണ്. പണ്ടൊക്കെ ചൊല്ലിയിരുന്നു. പണ്ട് മൂലം ചൊല്ലാത്തവരും എഴുത്തച്ഛന്റെ ഭാഗവതത്തിലുള്ള കിളിപ്പാട്ടിലുള്ളതായിട്ടുള്ള രക്ഷാമന്ത്രമുണ്ട്, അത് ചൊല്ലുന്നവരുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ എവിടെ ചൊല്ലുന്നുവോ അവിടെ ഈ പറഞ്ഞ ബാധകളൊന്നും ഉണ്ടാവില്ല, നെഗറ്റീവ് എനർജി ഒന്നും ഉണ്ടാവില്ല. ഇത് പണ്ടൊക്കെ പ്രസിദ്ധമായിരുന്നു, ഇപ്പൊ ആർക്കും അറിയാതെയായി. ഇനി നിങ്ങൾ വേണം ഇതൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്യാൻ, പുതിയൊരു സംസ്കാരമായിട്ട് കൊണ്ടുവരാനായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ഇത് എഴുതിയെടുത്തിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. കുട്ടികളുള്ള വീടുകളിൽ എന്നും രാവിലെയും വൈകുന്നേരവും കുട്ടികളെ മടിയിലിരുത്തിക്കൊണ്ട് ഈ മന്ത്രം ചൊല്ലുക. സന്ധ്യാവേളകളിലൊക്കെ പ്രത്യേകിച്ച് ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലുക. കുട്ടികളെ യാതൊരു പീഡയും ബാധിക്കില്ല. ഇനി കുട്ടികൾക്ക് രോഗങ്ങളൊക്കെ വന്നാൽ അടുത്തിരുന്നതൊക്കെ ചൊല്ലുക. ബാലപീഡകൾ വരുമ്പോ ഇനി പീഡിയാട്രീഷ്യന്മാര് അല്ലെ, അവരൊക്കെ ഇതൊക്കെ പഠിച്ചിരിക്കേണ്ടതുമാണ്. കുട്ടികളെ ചികിത്സിക്കുന്ന പീഡിയാട്രീഷ്യൻസിന് ഈ മന്ത്രങ്ങൾ ജപിച്ചാൽ സിദ്ധി വരും. അവര് ചികിത്സിച്ചാൽ കുട്ടികൾക്ക് വേഗം മാറിക്കിട്ടും അസുഖങ്ങളൊക്കെ. അപ്പൊ അവരെ കൊണ്ട് പ്രത്യേകമായിട്ട് പഠിക്കാൻ പറയുക. പീഡിയാട്രീഷ്യൻസ് ഈ ബാലരക്ഷാമന്ത്രം അവശ്യം പഠിച്ചിരിക്കണം. പ്രത്യേകിച്ച് ആയുർവേദ വൈദ്യന്മാര് അധികം ഉറപ്പിച്ച് പറയണം, നിങ്ങളൊക്കെ പഠിച്ചിരിക്കണം എന്ന്. ഇംഗ്ലീഷ് എന്താ പറയുക, വൈദ്യം പഠിച്ചവരോട് പറഞ്ഞാൽ കേൾക്കുകയോ ഇല്ലയോ, കേൾക്കുന്നവരാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക. അവർക്കൊക്കെ ബെസ്റ്റ് മന്ത്രമാണ്. കുട്ടികളെ ചികിത്സിച്ചാൽ അത് ഫലിക്കാൻ ഈ മന്ത്രങ്ങൾ സഹായിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മന്ത്രം കൊണ്ട് രക്ഷ ചെയ്തു. ഇനി നമുക്ക് നാളെ തുടരാം. ഇപ്പൊ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ, സമയം അതിക്രമിച്ചു. ഓം കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. നാളെ രാവിലെ കാണാം. നമുക്ക് പൂതനാമോക്ഷം പൂർണ്ണമാക്കാം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി.